ഹലോ, ഹാർഡ്വെയർ എടുത്തു കഴിഞ്ഞപ്പോൾ അതിൽ നമ്മൾ മെമ്മറി മാത്രം പറഞ്ഞു പോയുള്ളൂ. ഇൻപുട്ട് ഔട്ട്പുട്ട് ഒന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പോൾ ആ ഒരു പാർട്ടും കൂടി എടുത്ത് അതിൻ്റെ ആ ഒരു ക്ഷീണം തീർക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അപ്പോൾ പുറം ലോകവുമായി ആശയവിനിമയം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കമ്പ്യൂട്ടർ കൊണ്ട് ഒരു പ്രയോജനവുമില്ല. കമ്പ്യൂട്ടറുമായി ഉപയോക്താവിന് സംവദിക്കാൻ ഇൻപുട്ട് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ആവശ്യമാണ്. ചുരുക്കി പറഞ്ഞാൽ, ഇൻപുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിന് ഡാറ്റയും നിർദ്ദേശങ്ങൾ നൽകുകയും ഔട്ട്പുട്ട് ഉപകരണങ്ങൾ കമ്പ്യൂട്ടറിൽ നിന്നും വിവരങ്ങൾ തിരികെ നൽകുകയും ചെയ്യുന്നു. ഈ ഉപകരണങ്ങളെ CPU-യുമായി ബന്ധിപ്പിക്കുന്നത് വിവിധ പോർട്ടുകളിലൂടെയോ വയർലെസ് സാങ്കേതികവിദ്യയിലൂടെയോ ആയിരിക്കും. ഇവ CPU-വിന് പുറത്ത് സ്ഥിതി ചെയ്യുന്നതിനാൽ ഇതിനെ പെരിഫറലുകൾ എന്ന് വിളിക്കുന്നു. അപ്പോൾ നമ്മൾ ആശയവിനിമയം നടത്താൻ വേണ്ടിയിട്ട് കമ്പ്യൂട്ടറുമായിട്ട് ആശയവിനിമയം നടത്താൻ ഉള്ളിലേക്ക് കൊടുക്കുന്ന കാര്യങ്ങളെ അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഡിവൈസുകളെ ഇൻപുട്ട് ഉപകരണങ്ങളെന്നും പുറത്തേക്കാണെങ്കിൽ ഔട്ട്പുട്ട് ഉപകരണങ്ങളെന്നും പറയും. നമുക്കെല്ലാവർക്കും അറിയാം. ഇനി ഇത് ബന്ധിപ്പിക്കുന്നതൊന്നുമില്ലെങ്കിൽ പോർട്ടുകൾ ഉപയോഗിച്ചിട്ടായിരിക്കും. പോർട്ടുകൾ എന്ന് പറഞ്ഞാൽ ഈ വയറുകളൊക്കെ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ മദർ ബോർഡിൽ അതിന് സംവിധാനമുണ്ട്. അല്ലെങ്കിൽ വയർലെസ് രീതിയിലായിരിക്കും. ഇനി ഇൻപുട്ട് ഉപകരണങ്ങൾ. കമ്പ്യൂട്ടറിന് ഡാറ്റ നൽകാൻ ഇൻപുട്ട് ഉപകരണം ഉപയോഗിക്കുന്നു. കമ്പ്യൂട്ടറും ഉപയോക്താവും തമ്മിലുള്ള ആശയവിനിമയം സാധ്യമാക്കുന്ന ഉപകരണം എന്നും ഇതിനെ നിർവചിക്കാവുന്നതാണ്. ഇനി കുറച്ച് ഉപകരണങ്ങൾ നമുക്ക് നോക്കാം. ഇനി കീബോർഡ്. സർവ്വസാധാരണമായി ഒരു ഇൻപുട്ട് ഉപകരണമാണ് കീബോർഡ്. ആദ്യമായിട്ട് കണ്ടുപിടിച്ചതും നമ്മുടെ കീബോർഡാണ്. അക്ഷരങ്ങളും സംഖ്യകളും വിവിധ ചിഹ്നങ്ങളും ഇൻപുട്ട് ചെയ്യുന്നതിന് ഇതുപയോഗിക്കുന്നു. നാം ഒരു കീ അമർത്തുമ്പോൾ കീബോർഡ് അതിലെ അക്ഷരത്തിന് തതുല്യമായിട്ടുള്ള ആസ്കി കോഡ് ഉണ്ടാക്കി കമ്പ്യൂട്ടറിന് നൽകും. 1986 US പുറത്തിറക്കിയ കീബോർഡിന് 101 കീകൾ ഉണ്ടായിരുന്നു. ക്വാർട്ടി രൂപരേഖ എന്നറിയപ്പെടുന്ന ഒരു ഘടനയാണ് ഇതിനുള്ളത്. ഇത് കീബോർഡിൻ്റെ ഇടതുവശത്ത് മുകളിലായി കാണപ്പെടുന്ന ആദ്യത്തെ 6 അക്ഷരങ്ങളെ ഒരുമിച്ചെടുത്താണ് ഈ പേര് നൽകിയിട്ടുള്ളത്. അപ്പോൾ ആസ്കി കോഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോൾ എയോ ബിയോ സിയോ ഏതെങ്കിലും ഒരു അക്ഷരം നമ്മൾ ഞെക്കുമ്പോൾ അതിന് തത്തുല്യമായിട്ടുള്ള ഒരു കോഡ് അമേരിക്കൻ സ്റ്റാൻഡേർഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മുടെ ബൈനറിയിലേക്ക് ആക്കിയിട്ട് അത് ഇക്വലൻ്റ് ആയിട്ടുള്ളത് എടുക്കുമ്പോഴാണ് കമ്പ്യൂട്ടറിന് അത് മനസ്സിലാവുക. ക്വാർട്ടി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കീബോർഡ് ഇങ്ങനെ എടുക്കുമ്പോൾ അതിൻ്റെ ഇടതുവശത്ത് മുകളിലായിട്ട് കാണപ്പെടുന്ന 6 അക്ഷരങ്ങളെയാണ് നമ്മൾ എന്ത് പറയാം, QWERT ക്വാർട്ടി എന്ന് പറയാം. ഇതിൽ ഫങ്ഷണൽ കീസ് 12 കീസ് ഉണ്ടെന്ന് ഇങ്ങോട്ട് നോക്കാം. പിന്നെ നമ്മുടെ എന്താ പറയുക, ന്യൂമറിക് കീപാഡ്, പിന്നെ ന്യൂമറിക് കീസ്, ലോക്ക് കീസ്, സ്പെഷ്യൽ കീസ്, അങ്ങനെ കുറച്ച് കീകളൊക്കെ ഉള്ളത് നമ്മളൊക്കെ ഏകദേശം കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് അതറിയാവുന്ന കാര്യങ്ങളൊക്കെ ഒന്നും അറിഞ്ഞിരിക്കാം. ഒന്നും കൂടി ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്താക്കുന്ന കാര്യങ്ങൾ ഇതാണ്. ഇനി അടുത്തത്, കീബോർഡുകളെ വയേർഡ് എന്നും വയർലെസ് എന്നും രണ്ടായിട്ട് തിരിക്കാം. വയേർഡ് കീബോർഡുകളെ സീരിയൽ അല്ലെങ്കിൽ PS/2 പോർട്ട് ഉപയോഗിച്ചോ USB പോർട്ട് ഉപയോഗിച്ചോ ആണ് CPU-യുമായി ബന്ധിപ്പിക്കുന്നത്. എന്നാൽ വയർലെസ് കീബോർഡുകളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് ഇൻഫ്രാറെഡ് തരംഗങ്ങളോ റേഡിയോ ഫ്രീക്വൻസി തരംഗങ്ങളോ ബ്ലൂടൂത്ത് സങ്കേതമോ ആയിരിക്കും ഉപയോഗിക്കുന്നത്. കൈപ്പിടിയിൽ ഒതുങ്ങുന്നതും കൂടെ കൊണ്ടു നടക്കാവുന്നതുമായിട്ടുള്ള കീബോർഡുകളും ഇന്ന് ലഭ്യമാണ്. ഏതെങ്കിലും ഒരു പ്രതലത്തിൽ കീബോർഡിൻ്റെ ഘടന പതിപ്പിക്കാവുന്ന ലേസർ കീബോർഡുകൾ പോലുള്ള നവയുഗ കീബോർഡുകളും ഇന്ന് വികസനത്തിൻ്റെ പാതയിലാണ്. അപ്പോൾ നമ്മുടെ സീരിയൽ എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടുണ്ട്, PS/2 എന്ന് പറഞ്ഞിട്ടൊരു പോർട്ടുണ്ട്, USB പോർട്ട്. ഇതൊക്കെ എന്താണെന്ന് വിശദമായിട്ട് നമുക്ക് ഒരു മദർ ബോർഡിൻ്റെ ആ ഭാഗം എത്തുമ്പോൾ നമുക്ക് നോക്കാം. അങ്ങനെയായിരിക്കും നമ്മൾ വയറുള്ളത് കണക്റ്റ് ആകുക. അല്ലാത്തത് ഇൻഫ്രാറെഡ് തരംഗങ്ങൾ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ കണക്റ്റ് ചെയ്യുന്നത്. ഇനി അടുത്തത് മൗസ്. കമ്പ്യൂട്ടർ സ്ക്രീനിലെ കഴ്സറിൻ്റെ സ്ഥാനത്ത് സൂചിപ്പിക്കുന്ന കൈപ്പിടിയിലൊതുങ്ങുന്ന ഒരു ചെറിയ ഇൻപുട്ട് ഉപകരണമാണ് മൗസ്. ഒരു പരന്ന പ്രതലത്തിലോ മൗസ് പാഡിലോ നീക്കിക്കൊണ്ട് കഴ്സറിൻ്റെ സ്ഥാനം മാറ്റാൻ ഇതിന് കഴിയും. മൗസിന് സാധാരണയായിട്ട് ഒന്നോ അതിലധികമോ ബട്ടണുകളും ഒരു ഉരുളൻ ചക്രം, ഈ ഉരുളൻ ചക്രത്തിന് സ്ക്രോൾ വീൽ എന്നാണ് പറയുന്നത്, ഉണ്ട്. ഇതിനെ സ്ക്രീനിൻ്റെ ദൃശ്യത്തെ ലംബമായിട്ടല്ലെങ്കിൽ തിരശ്ചീനമായിട്ടൊക്കെ നീക്കാനായിട്ട് ഈ സ്ക്രോൾ വീൽ ഉപയോഗിക്കുന്നു. ഇനി മൗസ് ഡിഫറെൻറ്റ് ടൈപ്സും ഉണ്ട്. അതേതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ബോൾ മൗസ് ഉണ്ട്, പിന്നെ ഒപ്റ്റിക്കൽ മൗസ് ഉണ്ട്, ലേസർ മൗസ് ഉണ്ട്,
ഇതൊക്കെയാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മൗസുകൾ. ഇനി ബോൾ മൗസ് പ്രവർത്തിക്കുന്ന അതിൻ്റെ ചൂട്ടിലുള്ളൊരു ഗോളത്തിൻ്റെ ചലന തത്വത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്നാൽ ഒപ്റ്റിക്കൽ മൗസ് പ്രവർത്തിക്കുന്നത് LED ഉപയോഗിച്ചിട്ടാണ്. ലേസർ മൗസ് ലേസർ രശ്മികൾ ഉപയോഗിച്ചാണ് ചലനഗതി മനസ്സിലാക്കുന്നത്. മറ്റ് മൗസുകളെ അപേക്ഷിച്ചിട്ട് ലേസർ മൗസിന് സൂക്ഷ്മതല ചലനങ്ങൾ സാധ്യമാകും. അതായത് വളരെ മൈന്യൂട്ടായിട്ടുള്ള ചലനങ്ങൾ പോലും പെട്ടെന്ന് അതിനെ വിഡ്രൈ ചെയ്ത് എടുക്കാൻ പറ്റും. ഇനി വയേർഡ് മൗസ് കമ്പ്യൂട്ടറുമായിട്ടുള്ള ആശയവിനിമയത്തിന് സീരിയൽ അല്ലെങ്കിൽ PS/2 USB പോർട്ടുകൾ ഉപയോഗിക്കുമ്പോൾ വയർലെസ് മൗസുകൾ റേഡിയോ തരംഗങ്ങൾ പ്രയോജനപ്പെടുത്തുന്നു. നമ്മൾ ഓൾറെഡി കീബോർഡിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇത് പറഞ്ഞിട്ടുള്ളതാണ്. PS/2 USB അല്ലെങ്കിൽ സീരിയൽ പോർട്ട്, വയർലെസ് ആണെങ്കിൽ റേഡിയോ തരംഗങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെന്ന് ഓൾറെഡി പറഞ്ഞു. പിന്നെ ഇനി അടുത്തത് ലൈറ്റ് പെൻ. പേനയുടെ രൂപത്തിലുള്ള ഒരു ചൂണ്ടുപകരണമാണ് ലൈറ്റ് പെൻ. ചൂണ്ടുപകരണം എന്ന് പറഞ്ഞാൽ പോയിൻറ്റിംഗ് ഡിവൈസ്. നമുക്ക് ഏതെങ്കിലും ഒന്ന് ചൂണ്ടി കാണിച്ച് നമുക്ക് ഉപയോഗിക്കും. ഇപ്പം നമ്മൾ മൗസ് അങ്ങനെയല്ലേ, കഴ്സർ ഉപയോഗിച്ചിട്ട് നമ്മൾ കാണിക്കുന്ന പോലെ ഇത് ചൂണ്ടുപകരണമാണ് ലൈറ്റ് പെൻ. ഇതിൻ്റെ അഗ്രത്തിൽ പ്രകാശ പ്രതിപ്രവർത്തനം നടത്തുന്ന ഒരു ഘടകമുണ്ട്. ഈ ഭാഗം സ്ക്രീനിൽ വയ്ക്കുമ്പോൾ അവിടെയുള്ള പ്രകാശം തിരിച്ചറിയുകയും അങ്ങനെ സ്ക്രീനിൽ പേനയുടെ സ്ഥാനം എവിടെയാണെന്ന് കമ്പ്യൂട്ടറിന് മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യുന്നു. സ്ക്രീനിൽ നേരിട്ട് വരയ്ക്കാൻ കഴിയുമെന്നതാണ് ലൈറ്റ് പേനയുടെ ഒരു മേന്മ. കമ്പ്യൂട്ടർ അധിഷ്ഠിത രൂപകൽപ്പന അഥവാ കമ്പ്യൂട്ടർ എയ്ഡഡ് ഡിസൈനിങ് അഥവാ CAD ചിത്രങ്ങൾ വരയ്ക്കുന്നതിന് എഞ്ചിനീയർമാരും കലാകാരന്മാരും വസ്ത്രാലങ്കാരം ചെയ്യുന്നവരും ഇത് ഉപയോഗിക്കുന്നു. നമ്മുടെ CRT സ്ക്രീനിലൊക്കെയാണ് അത് ഉപയോഗിച്ചിരുന്നത്. ഇപ്പോൾ അങ്ങനെ അത് ഉപയോഗിക്കുന്നില്ല. ഇനി അടുത്തത് ടച്ച് സ്ക്രീൻ. സ്ക്രീനിൽ സ്പർശിച്ചുകൊണ്ട് കമ്പ്യൂട്ടറിൽ വിവിധ പ്രവർത്തനങ്ങൾ നടത്താൻ ഉപയോക്താവിന് സൗകര്യമൊരുക്കുന്ന ഇൻപുട്ട് ഉപകരണമാണ് ടച്ച് സ്ക്രീൻ. ചില കമ്പ്യൂട്ടറുകൾ, ടാബ്ലറ്റുകൾ, സ്മാർട്ട് ഫോണുകൾ മുതലായവയിൽ സ്പർശിച്ചുകൊണ്ട് പ്രവർത്തനക്ഷമമാക്കുന്ന സ്ക്രീനുകളുണ്ട്. ഇതിന് സ്റ്റൈലസ് എന്ന് പറയുന്ന ഒരു ഉപകരണം കൂടി ഉപയോഗിച്ചാൽ കുറച്ചുകൂടി സൂക്ഷ്മമായ സ്പർശനം സാധ്യമാകും. അതായത് നമ്മൾ നേരത്തെ ലൈറ്റ് പെൻ പറഞ്ഞ പോലെ ഒരു പെൻസിൽ പോലത്തെ ഒരു സംഭവം. ഇതുപയോഗിച്ച് ഇത്തിരി കൂടി നന്നായിട്ട് നമുക്ക് ടച്ച് സ്ക്രീൻ പ്രവർത്തിക്കാൻ പറ്റും. അതിനെയാണ് സ്റ്റൈലസ് എന്ന് പറയുന്നത്. ഇനി ഗ്രാഫിക് ടാബ്ലറ്റ് ഒരു ഇലക്ട്രോണിക് എഴുത്ത് പ്രതലവും അതിലെഴുതാൻ ഉപയോഗിക്കുന്ന ഒരു പ്രത്യേക തരം പേനയും അടങ്ങുന്നതാണ് ഗ്രാഫിക് ടാബ്ലറ്റ്. സാമ്പ്രദായിക ഉപകരണങ്ങൾ ഉപയോഗിച്ച് വരയ്ക്കുന്നത് പോലെ ചലനങ്ങളും പ്രവർത്തനങ്ങളുമുള്ള ഗ്രാഫിക് ചിത്രങ്ങൾ നിർമ്മിക്കുന്നതിന് കലാകാരന്മാർ ഇത് ഉപയോഗിച്ച് വരുന്നു. ഇതിലെ പേന മർദ്ദപ്രതിപ്രവർത്തന ശേഷിയുള്ളതാണ്. നമ്മൾ നോർമലായിട്ട് പേപ്പറിലൊക്കെ വരയ്ക്കുന്ന പോലെ ഉപയോഗിക്കുന്നത്. അപ്പോൾ ടാബ്ലറ്റ് മേലുള്ള ഈ ദൃഢമോ അല്ലെങ്കിൽ മൃദുവോ ആയിട്ടുള്ള മർദ്ദത്തിന് ഗ്രാഫിക്സ് പ്രോഗ്രാമിൽ പ്രത്യേക വീതിയുള്ള ബ്രഷ് വരകൾ സംജാതമാക്കാൻ സാധിക്കും. നമ്മൾ കൂടുതൽ പ്രഷർ കൊടുത്താൽ വലിയ ബ്രഷ് അല്ലെങ്കിൽ നോർമലായിട്ട് കൊടുക്കുകയാണെങ്കിൽ അതിൽ മൃദുവായിട്ട് കൊടുക്കുകയാണെങ്കിൽ നോർമൽ ബ്രഷ് അങ്ങനെയൊക്കെ നമുക്ക് ഇതിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മൾ ഡിജിറ്റൈസർ എന്നും കൂടി പറയുവേ. ഇനി അടുത്തതാണ് ടച്ച് പാഡ്. കൊണ്ട് നടക്കാൻ എളുപ്പമില്ല. അതിനെ നമ്മൾ ഇംഗ്ലീഷിൽ പറയാം പോർട്ടബിൾ ആയിട്ടുള്ള കമ്പ്യൂട്ടറുകളിലും ബാഹ്യ കീബോർഡ് എന്ന് പറഞ്ഞാൽ എക്സ്റ്റേണൽ കീബോർഡുകളിലും ചൂണ്ടുപകരണം എന്ന് പറയുമ്പോൾ എന്താ, നമ്മൾ പോയിൻറ്റിങ് ചെയ്യുന്ന ഒരു ഡിവൈസായിട്ടാണ് ടച്ച് പാഡ് ഉപയോഗിക്കുന്നത്. ഒരു മൗസിൻ്റെ സാന്നിധ്യമില്ലാതെ തന്നെ മൗസ് പോയിൻ്റർ നീക്കുവാൻ ഇത് സഹായിക്കുന്നു. ടച്ച് പാഡിലെ പരന്ന പ്രതലത്തിലൂടെ വിരൽ നീക്കിയാണ് ഇത് പ്രവർത്തിക്കുന്നത്. പിന്നെ സ്പർശന തലത്തിൽ താഴെയായിട്ട് ക്ലിക്കിംഗ് സാധ്യമാകുന്ന 2 ബട്ടണുകളും ടച്ച് പാഡിലുണ്ട്. ഇനി നമ്മുടെ ജോയ്സ്റ്റിക്ക്. വീഡിയോ ഗെയിമുകൾ കളിക്കുന്നതിനും പരിശീലന അനുകരണങ്ങളും അതായത് ട്രെയിനിങ് സിമുലേറ്റേഴ്സായിട്ടും റോബോട്ടുകളെ കൺട്രോൾ ചെയ്യുന്നതിനും വേണ്ടിയിട്ട് നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്, ഇൻപുട്ട് ഉപകരണമാണ് ജോയ്സ്റ്റിക്ക്. ഈ ചൂണ്ടുപകരണങ്ങളായിട്ടും ജോയ്സ്റ്റിക്ക് ഉപയോഗിക്കുന്നുണ്ട്. മറ്റ് ഗെയിം നിയന്ത്രണോപകരണങ്ങളിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ജോയ്സ്റ്റിക്കിന് ഏത് ദിശയിലേക്കും ചലിക്കാൻ കഴിയുന്ന ഒരു ലംബ ദണ്ടുണ്ട്, നമ്മുടെ ഗിയർ പോലെ, വണ്ടിയുടെ ഗിയർ പോലെ. അപ്പോൾ ഇതുപോലെ വീഡിയോ ഗെയിമിലെ വസ്തുക്കളെ നിയന്ത്രിക്കാനും സ്ക്രീനിലെ കഴ്സൽ ചലിപ്പിച്ച് മെനുവിൽ ലഭ്യമാകുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുത്ത് അല്ലെങ്കിൽ ബട്ടൺ ഉപയോഗിച്ച് അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്ന ഓപ്ഷനുകൾ തിരഞ്ഞെടുക്കാനൊക്കെ നമുക്ക് സാധിക്കും. ഇനി അടുത്തതാണ് മൈക്രോഫോൺ. കമ്പ്യൂട്ടറുമായി ഒരു മൈക്രോഫോൺ ബന്ധിപ്പിച്ചാൽ അതിലേക്ക് ശബ്ദം ഇൻപുട്ട് ചെയ്യാം. സാധാരണയായി ലഭിക്കുന്ന അനലോഗ് രൂപത്തിലുള്ള ശബ്ദം ഇത് സ്വീകരിച്ച് അതിനെ ഡിജിറ്റൽ രൂപത്തിലേക്ക് ആക്കി മാറ്റുന്നു. ഇങ്ങനെ മാറ്റിയ ശബ്ദത്തെ എന്തെങ്കിലും സംസ്കരണം നടത്തുന്നതിനോ തിരികെ കേൾപ്പിക്കുന്നതിനോ വേണ്ടി സംഭരിച്ച് വയ്ക്കാവുന്നതാണ്.
കമ്പ്യൂട്ടറിലുള്ള സ്പീച്ച് റെക്കഗ്നൈസേഷൻ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഇൻപുട്ട് ചെയ്യുന്ന ശബ്ദത്തിലെ ടെക്സ്റ്റ് സംഭരിച്ച് വേർഡ് പ്രോസസ്സിങ്ങിന് വേണ്ടി ഉപയോഗിക്കാം. ഒരു വേർഡ് റെക്കഗ്നൈസേഷൻ പ്രോഗ്രാമിന് ഇൻപുട്ട് ശബ്ദത്തെ കമ്പ്യൂട്ടറിന് മനസ്സിലാകുന്ന നിർദ്ദേശങ്ങളാക്കി മാറ്റാൻ സാധിക്കും. നമ്മൾ ഗൂഗിൾ വോയിസിൽ അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ പറയണത് അത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ടെക്സ്റ്റായിട്ട് എടുത്തിട്ട് നമുക്കത് സെർച്ച് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യില്ല. അതേപോലെ ഇനി സ്കാനർ ചിത്രങ്ങളോ ടെക്സ്റ്റോ പോലുള്ള വിവരങ്ങളെ കടലാസിൽ നിന്നും സ്വീകരിച്ച് ഡിജിറ്റൽ രൂപത്തിലേക്കാക്കി മാറ്റി എഡിറ്റിങ്ങിനും മറ്റുമായി കമ്പ്യൂട്ടറിന് നൽകുന്ന ഉപകരണമാണ് സ്കാനർ. ചിത്രത്തിൻ്റെ ഗുണനിലവാരം സ്കാനറിൻ്റെ വിശ്ലേഷണത്തെ അഥവാ മിഴിവിനെ ആശ്രയിക്കും. മിഴിവ് എന്ന് പറഞ്ഞാൽ റെസൊല്യൂഷൻ. സ്കാൻ ചെയ്യപ്പെടുന്ന ചിത്രത്തിൻ്റെ റെസൊല്യൂഷൻ രേഖപ്പെടുത്തുന്നത് ഡോട്ട്സ് പെർ ഇഞ്ച് അഥവാ DPI എന്ന അളവുകോൽ ഉപയോഗിച്ചിട്ടാണ്. DPI കൂടുന്തോറും റെസൊല്യൂഷനും മെച്ചപ്പെട്ടതായിരിക്കും. ഫ്ലാറ്റ് ബെഡ്, ഷീറ്റ് ഫീഡ്, ഹാൻഡ് ഹെൽഡ് എന്നീ വകഭേദങ്ങളിൽ സ്കാനറുകൾ ലഭ്യമാണ്. ഷീറ്റ് ഫീഡ് സ്കാനറിന് ഒരു ഷീറ്റ് മാത്രമേ സ്കാൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ ഫ്ലാറ്റ് ബെഡിന് ഒരു പുസ്തകത്തിൽ നിന്നുള്ള പേജുകളെ സ്കാൻ ചെയ്യാൻ സാധിക്കും. പക്ഷേ ഫ്ലാറ്റ് ബെഡ് സ്കാനറുകൾ കൊണ്ടു നടക്കുവാൻ എളുപ്പമല്ല. ഹാൻഡ് ഹെൽഡ് സ്കാനറുകൾ എളുപ്പത്തിൽ കൊണ്ടു നടക്കാവുന്ന എങ്കിലും സ്കാനിംഗ് നടത്താൻ അതിൻ്റെ ഉപയോക്താവ് തന്നെ പേജിലൂടെ നീക്കണം. ഇനി സ്കാൻ ചെയ്യപ്പെടുന്ന ടെക്സ്റ്റിനെ ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നൈസേഷൻ അഥവാ OCR സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് തിരിച്ചറിഞ്ഞിട്ട് ടെക്സ്റ്റ് എഡിറ്റർ ഉപയോഗിച്ച് ആവശ്യമായ ചിട്ടപ്പെടുത്തലുകൾ നടത്താനും അതിനെ ഉചിതമായ ടെക്സ്റ്റ് ഫോർമാറ്റിലേക്ക് മാറ്റുവാനൊക്കെ സാധിക്കുന്ന ഒരു ഉപകരണമാണ് OCR, ക്യാരക്ടറിനെ റെക്കഗ്നൈസേഷൻ ചെയ്യുന്ന ഒരു ഉപകരണം. മികച്ച OCR സമ്പ്രദായങ്ങൾക്ക് വൈവിധ്യമാർന്ന അക്ഷരവടിവുള്ളതും പ്രിൻ്റ് രൂപത്തിലുള്ളതുമായിട്ടുള്ള ടെക്സ്റ്റ് തിരിച്ചറിയാൻ കഴിയും. പക്ഷേ കൈയെഴുത്ത് പ്രതികൾ വായിക്കാനായിട്ട് പലപ്പോഴും സാധിക്കാറില്ല. ആക്യുറേറ്റ് OCR SDK, ഹിന്ദി OCR സോഫ്റ്റ്വെയർ, അക്ഷര മലയാളം OCR മുതലായ OCR സോഫ്റ്റ്വെയർ ഇതിന് ഉദാഹരണമാണ്. ആക്യുറേറ്റ് OCR SDK, ഹിന്ദി OCR സോഫ്റ്റ്വെയർ, അക്ഷര മലയാളം OCR. ഇനി ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ അഥവാ OMR. പ്രിൻ്റ് ചെയ്ത ഒരു ഫോം സ്കാൻ ചെയ്ത് മുൻ നിശ്ചയപ്രകാരമുള്ള സ്ഥാനങ്ങളിലെ അടയാളങ്ങൾ വായിച്ച് അവ കമ്പ്യൂട്ടറിൽ രേഖപ്പെടുത്തുന്നതാണ് OMR സാങ്കേതിക വിദ്യ. മൾട്ടിപ്പിൾ ചോയ്സ് ചോദ്യങ്ങളടങ്ങുന്ന ഒബ്ജക്റ്റീവ് ടൈപ്പ് പരീക്ഷകളിലും ചോദ്യാവലികളിലും രേഖപ്പെടുത്തുന്ന പ്രതികരണങ്ങൾ ഉയർന്ന കൃത്യതയോടെയും ഏറ്റവും വേഗത്തിലും പരിശോധിക്കുന്നതിന് ഇത് ഫലപ്രദമായി വിനിയോഗിക്കുന്നു. മത്സര പരീക്ഷകളുടെ മൂല്യനിർണ്ണയം നടത്താൻ സാധാരണ ഉപയോഗിച്ച് വരുന്ന OMR ഷീറ്റാണ് നമ്മുടെ ഈ സൈഡിൽ കാണുന്ന ചിത്രം. ഉത്തരങ്ങൾ രേഖപ്പെടുത്താനായിട്ട് ഒരു കുമിള ഉണ്ടാവും. അതിൽ ഏതാണ് ഉത്തരമെന്ന് ഉദ്യോഗാർത്ഥി ഉദ്ദേശിക്കുന്നത് അവിടെ നമുക്ക് ആ ബബിള് പേനയോ പെൻസിലോ ഉപയോഗിച്ച് കറുപ്പിക്കണം. റീഡർ ഈ അടയാളം തിരിച്ചറിയുകയും അനുയോജ്യമായ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ട് മൂല്യനിർണ്ണയത്തിനായി കമ്പ്യൂട്ടറിലേക്ക് ഇൻപുട്ട് ചെയ്യുകയും ചെയ്യുന്നു. കൃത്യതയാർന്ന വില ലഭിക്കാൻ വേണ്ടിയിട്ട് ഗുണമേന്മയുള്ള പേപ്പർ ഉപയോഗിക്കുകയും അതിൽ കുമിളകൾ കൃത്യമായി വിന്യസിക്കുകയും വേണം. അപ്പോൾ അതാണ് നമ്മുടെ OMR അല്ലെങ്കിൽ ഒപ്റ്റിക്കൽ മാർക്ക് റീഡർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ ബാർകോഡ് റീഡർ അതേപോലെ QR കോഡ് റീഡറാണ് നോക്കാനുള്ളത്. ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്നതിനായി വ്യത്യസ്ത കനത്തിലും അകലത്തിലും ലംബമായി അടക്കി വെച്ചിരിക്കുന്ന ഒരു കൂട്ടം വരകളെയാണ് ബാർകോഡ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, ചിത്രത്തിൽ കാണുന്നതാണ് ബാർകോഡ്. ഇത്തരം ബാർകോഡുകൾ പ്രതിനിധാനം ചെയ്യുന്ന ഡാറ്റയെ ഇൻപുട്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമാണ് അതിൻ്റെ സൈഡിൽ കാണുന്ന ബാർകോഡ് റീഡർ. കടകളിൽ എളുപ്പത്തിൽ ബില്ല് തയ്യാറാക്കുന്നതിന് സാധനങ്ങളുടെ വിവരം ലഭിക്കാൻ വേണ്ടിയിട്ട് അവയുടെ കോഡുകൾ സ്കാൻ ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. സാധാരണ ഇതിനു വേണ്ടി കയ്യിൽ പിടിക്കാവുന്ന സ്കാനറുകൾ അഥവാ റീഡറുകൾ ഉപയോഗിക്കുന്നു. പിന്നെ നമ്മുടെ ഫോണിലൊക്കെ ഇതുണ്ട്. ഇനി ബാർകോഡുകൾക്ക് ഏതാണ്ട് സമാനമാണ് നമ്മുടെ QR കോഡുകൾ. ബാർകോഡ് ഏകമാനമാണെങ്കിൽ QR കോഡ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ദ്വിമാനമായിട്ടുള്ള രൂപമായിരിക്കും. അതുകൊണ്ട് തന്നെ QR കോഡിന് ബാർകോഡിനെ അപേക്ഷിച്ച് കൂടുതൽ ഡാറ്റ സംഭരിക്കാനാവും. വെബ്സൈറ്റ് URL, പിന്നെ സാധാരണ ടെക്സ്റ്റ്, ഫോൺ നമ്പർ, ഇമെയിൽ വിലാസം എന്നിവയൊക്കെ QR കോഡിൽ സംഭരിക്കാം. ഒരു ബാർകോഡ് റീഡർ അല്ലെങ്കിൽ ക്യാമറയും ആവശ്യമായ സോഫ്റ്റ്വെയറുമുള്ള മൊബൈൽ ഫോണൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് QR കോഡിലെ വിവരം വായിച്ച് കമ്പ്യൂട്ടറിന് നൽകാവുന്നതാണ്. നമ്മൾ മാപ്പുകളൊക്കെ സ്കാൻ ചെയ്തെടുക്കണം, അതേപോലെ പേയ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന അങ്ങനെ കുറേ QR കോഡുകളൊക്കെ നമ്മളിപ്പോൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ബാർകോഡ് എന്ന് പറഞ്ഞാൽ ഏകമാനമാണ്.
QR കോഡ് ദ്വിമാനമാണെന്നുള്ളത് ആണ് ഇതിലെ മെയിനായിട്ടുള്ള ഫാക്റ്റ്. QR കോഡിൽ കുറച്ചുകൊണ്ട് കൂടുതൽ കാര്യങ്ങൾ ശേഖരിക്കാനാവും. ഇനി ബയോമെട്രിക് സെൻസർ. മനുഷ്യൻ്റെ അദ്വിതീയമായിട്ടുള്ള ശാരീരിക സവിശേഷതകൾ വളരെ കൃത്യമായി തിരിച്ചറിയുന്ന ഒരു ഉപകരണമാണ് ബയോമെട്രിക് സെൻസർ. ഇത് ഒരു വ്യക്തിയുടെ അനന്യതയെ തിരിച്ചറിയുന്നതിനും പരിശോധിക്കുന്നതിനും തെളിയിക്കുന്നതിനുമായിട്ടൊക്കെ അയാളുടെ ശാരീരിക സവിശേഷതകളായിട്ടുള്ള വിരലടയാളം, നേത്രപടലം, കൃഷ്ണമണി ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ബയോമെട്രിക് വ്യവസ്ഥ സാധ്യമാക്കുന്നത്. ഇനി അർദ്ധചാലക സെൻസർ, ഒപ്റ്റിക്കൽ സെൻസർ, അൾട്രാസൗണ്ട് സെൻസർ എന്നിങ്ങനെ പ്രധാനമായിട്ടും 3 തരം ബയോമെട്രിക് സെൻസറുകളുണ്ട്. ഒരു വിരലടയാള സെൻസറാണ് നമ്മൾ ചിത്രത്തിൽ കാണുന്നത്, അഥവാ ഫിംഗർ പ്രിൻറ്റ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മുടെ പഞ്ച് ചെയ്ത് ഓഫീസിലൊക്കെ കയറാൻ വേണ്ടിയിട്ട് നമ്മൾ സാധാരണ ഓഫീസുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് നമ്മുടെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ എന്ന് പറയുന്നത്. നമ്മുടെ യൂണിക്കായിട്ടുള്ള കാര്യങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് ബയോമെട്രിക് സെൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വിരലടയാളോ അല്ലെങ്കിൽ നേത്രപടലോ അല്ലെങ്കിൽ കൃഷ്ണമണിയോ ഒക്കെ ആയിരിക്കും നമ്മൾ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഇനി സ്മാർട്ട് കാർഡ് റീഡർ. ഡാറ്റ സംഭരിക്കാനും വിനിമയം ചെയ്യുവാനും കഴിയുന്ന ഒരു പ്ലാസ്റ്റിക് കാർഡാണ് സ്മാർട്ട് കാർഡ്. ഈ ഡാറ്റ കാർഡിൽ ഒരു മെമ്മറിയും മൈക്രോ പ്രോസസ്സറും അടങ്ങിയിരിക്കുന്നു. വെറും ഒരു മെമ്മറി കാർഡാണെങ്കിൽ അതിൽ ഡാറ്റ സംഭരിക്കാൻ മാത്രം കഴിയുള്ളൂ. എന്നാൽ അതിലൊരു മൈക്രോ പ്രോസസ്സറും കൂടി ഉണ്ടെങ്കിൽ അതിൽ ഡാറ്റ കൂട്ടിച്ചേർക്കാനും ആവശ്യമില്ലാത്തത് നീക്കം ചെയ്യാനും സാധിക്കും. ഫോർ എക്സാമ്പിൾ, നമ്മൾ കടകളിലൊക്കെ പോകുമ്പോൾ ATM കാർഡ് കൊടുത്തിട്ട് സ്വൈപ്പ് ചെയ്തിട്ട് നമ്മൾ ഉപയോഗിക്കില്ലേ, അതുപോലെ ഇപ്പോൾ ബാങ്ക് ഇടപാടുകൾക്ക് വേണ്ടിയിട്ടും അതുപോലെ ആരോഗ്യ പരിപാലന മേഖലയിലൊക്കെ, അതുകൂടാതെ ടെലിഫോൺ ഉപയോഗത്തിനും പണം മടയ്ക്കുന്നതിനൊക്കെ ഓൾറെഡി പറഞ്ഞു, അതിനൊക്കെ നമ്മൾ സ്മാർട്ട് കാർഡ് റീഡർ ഉപയോഗിക്കും. ഇനി സ്മാർട്ട് കാർഡിലുള്ള ഡാറ്റ എടുക്കുന്നതിന് സ്മാർട്ട് കാർഡ് റീഡറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇത് ഗതാഗത രംഗത്തെ ടോൾ ഗേറ്റിലെ ഫീസ് കൊടുക്കുന്നതിനും വ്യക്തികളുടെ തിരിച്ചറിയൽ സംവിധാനത്തിനൊക്കെ സമ്പർക്കമില്ലാത്ത റീഡുകൾ ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മൾ ഇത് ഉപയോഗിക്കുന്നു. ആദ്യത്തെ കാർഡിനെ റീഡറിനുള്ളിൽ കയറ്റി ഒരു ഭൗതിക സമ്പർക്കം വിനിയോഗം ചെയ്യുന്ന ഒരിതാണ് നമ്മുടെ സ്മാർട്ട് കാർഡിലെ ഡാറ്റ സ്മാർട്ട് കാർഡ് റീഡർ ഉപയോഗിക്കുന്ന ആ ഒരു സമ്പർക്ക രീതി എന്ന് പറഞ്ഞാൽ സമ്പർക്കം ഇല്ലാത്ത രീതികളിലാണ് നമ്മൾ ഈ പറയുന്ന ഗതാഗത രംഗത്തെ ടോൾ ഗേറ്റിലും ഫീസ് കൊടുക്കാൻ, അതുപോലെ വ്യക്തികളെ തിരിച്ചറിയൽ സംവിധാനത്തിനൊക്കെ നമ്മൾ സമ്പർക്കമില്ലാത്ത തരത്തിലുള്ള നമ്മുടെ റീഡറുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. ഇനി ഡിജിറ്റൽ ക്യാമറ. ചിത്രങ്ങളും വീഡിയോകളും പകർത്താനും അവയെ ഡിജിറ്റൽ രൂപത്തിലേക്ക് മാറ്റാനും ഡിജിറ്റൽ ക്യാമറ ഉപയോഗിക്കുന്നു. അതുപയോഗിച്ചിട്ട് പകർത്തുന്ന ദൃശ്യങ്ങൾ അതിനുള്ളിലെ മെമ്മറിയിൽ സംഭരിക്കുകയും പിന്നീട് ഇതിലെ കമ്പ്യൂട്ടറുമായിട്ട് ബന്ധിപ്പിച്ച് അതിലേക്ക് മാറ്റുകയും ചെയ്യുന്നു. ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസിൻ്റെ ഗുണമേന്മ, ചാർജ് കപ്പിൾ ഡിവൈസിൻ്റെ അല്ലെങ്കിൽ CCD, അതിൻ്റെ സാന്ദ്രത, മെഗാ പിക്സലിൽ നിർണ്ണയിക്കുന്ന റെസൊല്യൂഷൻ, ഒപ്റ്റിക്കൽ സൂം, ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്ന സോഫ്റ്റ്വെയർ എന്നീ ഘടകങ്ങൾ ചിത്രത്തിൻ്റെ ഗുണനിലവാരം നിശ്ചയിക്കും. ഓരോ ചിത്രവും ആയിരക്കണക്കിന് ചെറു ചിത്രകണികകൾ അഥവാ പിക്സലുകൾ കൊണ്ടാണ് നിർമ്മിക്കുന്നത്. ഓരോ പിക്സലുകളുടെയും നിറത്തെ സംബന്ധിച്ച വിവരങ്ങൾ ക്യാമറയിൽ ശേഖരിച്ചു വയ്ക്കും. ഓരോ ചിത്രത്തിലെയും പിക്സലുകളുടെ എണ്ണമാണ് ആ ചിത്രത്തിൻ്റെ ഗുണമേന്മ നിശ്ചയിക്കുന്നത്. പിക്സൽ എന്ന് പറഞ്ഞാൽ ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ ഏറ്റവും ചെറിയ ഘടകത്തിനെയാണ് നമ്മൾ പിക്സൽ എന്ന് പറയുക. ഒരു ഡോട്ടുകളായിട്ടായിരിക്കും. അപ്പോൾ ഏറ്റവും ചെറിയ ഡോട്ടിന് നമ്മൾ പിക്ചർ എലമെൻറ്റ് അല്ലെങ്കിൽ പിക്സൽ എന്ന് പറയും. ഇനി 2 മുതൽ 24 മെഗാ പിക്സൽ റെസൊല്യൂഷനും 3x മുതൽ 60x വരെ ഒപ്റ്റിക്കൽ സൂമുമുള്ള ശ്രേണിയിൽ ഇപ്പോൾ ഡിജിറ്റൽ ക്യാമറകൾ ലഭ്യമാണ്. ഇതിൻ്റെ തന്നെ ഒരു ചെറിയ വെർഷനാണ് നമ്മൾ ഈ വെബ് ക്യാമറ എന്ന് പറയുന്നത്. നമ്മുടെ കമ്പ്യൂട്ടറുകളിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന വെബ് ക്യാമറ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ചെറിയൊരു വെർഷനാണ് നമുക്ക് പറയാം. നമ്മുടെ ഡിജിറ്റൽ ക്യാമറയുടെ ഒരു ചെറിയ വെർഷനാണ്. വിലക്കുറവും ഒതുങ്ങിയായിട്ടുള്ള ഒരു വകഭേദമാണ്. ഇനി നമുക്ക് ഔട്ട്പുട്ട് ഉപകരണങ്ങൾ നോക്കാം. ഒരു കമ്പ്യൂട്ടറിൽ നിന്ന് പ്രിൻ്റ് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്യുന്ന ഉപകരണങ്ങളെയാണ് നമ്മൾ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ എന്ന് പറയുക. ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളെ നമ്മൾ ഹാർഡ് കോപ്പി ഔട്ട്പുട്ട് അല്ലെങ്കിൽ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് എന്ന് വിളിക്കുന്നു. ഹാർഡ് കോപ്പി ഔട്ട്പുട്ടുകൾ ശാശ്വതമായിട്ടുള്ള ഉൽപ്പന്നങ്ങളാണ്. ഇത് പിന്നീട് ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം. അവ പേപ്പറിൽ സ്ഥിരമായിട്ട്, അതായത് പേപ്പർ പ്രിൻ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ ഹാർഡ് കോപ്പി എന്ന് പറയാം. ഇനി ഇതിന് നമ്മൾ പ്രിൻ്ററും പ്ലോട്ടറൊക്കെ ഉപയോഗിക്കാം. ഇനി സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഇലക്ട്രോണിക്സ് യൂസ് ചെയ്തിട്ട് ഡിജിറ്റൽ രൂപത്തിൽ സ്ക്രീനിൽ ലഭ്യമാകുന്നു. ഇവ ഒരു സ്ഥിരമായി രേഖ ഉണ്ടാക്കുന്നില്ല, നമ്മൾ പ്രദർശിപ്പിച്ച് കാണിക്കുകയുള്ളൂ. അപ്പോൾ അതിനുപയോഗിക്കുന്ന, അതായത് ഒരു സാധാരണ സോഫ്റ്റ് കോപ്പി ഔട്ട്പുട്ട് ഉപകരണത്തിന് നമുക്ക്
വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് എന്ന് അല്ലെങ്കിൽ VDU എന്ന് പറയാം. അപ്പോൾ ഒരു വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ടെക്സ്റ്റ്, ഗ്രാഫിക്സ്, വീഡിയോ വിവരങ്ങൾ എന്നിവ ദൃശ്യമാക്കി നൽകുന്ന ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ കമ്പ്യൂട്ടറിലാണെങ്കിൽ ഹാർഡ് കോപ്പി എന്ന് പറയും. ഇത് നമ്മൾ ടെക്സ്റ്റ്, ഗ്രാഫിക്സ് അല്ലെങ്കിൽ വീഡിയോ വിവരങ്ങൾ. ഒരു ഡിസ്പ്ലേ ഉപകരണത്തിൽ കാണുന്ന വിവരങ്ങളെ സോഫ്റ്റ് കോപ്പി എന്നാണ് വിളിക്കുന്നത്. വിവരങ്ങൾ ഇലക്ട്രോണിക് ആയിരിക്കുകയും താൽക്കാലികമായി പ്രദർശിപ്പിക്കുകയും ചെയ്യുന്നതാണ്. അതിന് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാവുന്നതാണ് കാഥോഡ് റേ ട്യൂബ് അഥവാ CRT, ലിക്വിഡ് ക്രിസ്റ്റൽ ഡിസ്പ്ലേ LCD, തിൻ ഫിലിം ട്രാൻസിസ്റ്റർ TFT, പിന്നെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് LED മോണിറ്ററുകൾ. ഇത് കൂടാതെ നമുക്ക് വാതക പ്ലാസ്മ മോണിറ്ററും നമ്മുടെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റ് ഉപകരണത്തിൽ നമുക്ക് ഉൾപ്പെടുത്താവുന്നതാണ്. അപ്പോൾ CRT, LCD, TFT, LED പിന്നെ വാതക പ്ലാസ്മ മോണിറ്ററുകളൊക്കെ വിഷ്വൽ ഡിസ്പ്ലേ യൂണിറ്റിന് എക്സാമ്പിളാണ്. ഇനി ഇതിൻ്റെ സവിശേഷതകൾ വലിപ്പം, മിഴിവ്, പിക്സൽ പിച്ച്, പ്രതികരണ സമയം എന്നിവ ഉദ്ദേശിച്ചിട്ടാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. വ്യത്യസ്ത വലുപ്പത്തിൽ ഇത് ലഭ്യമാണ്. അപ്പോൾ ഈ സ്ക്രീനിൻ്റെ കോണോട് കോണായിട്ടുള്ള ഇഞ്ചുകളുടെ അളവ് ഒരു മോണിറ്ററിൽ വലിപ്പമായി കാണിക്കുന്നു. തിരശ്ചീനമായിട്ടും ലംബമായിട്ടും പ്രദർശിപ്പിക്കാൻ കഴിയാവുന്ന പരമാവധി പിക്സലുകളെ നമുക്ക് എല്ലാത്തിനെയും കൂടി ചേർത്ത് അതിന് റെസൊല്യൂഷൻ എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, തിരശ്ചീനമായിട്ട് 800ഉം ലംബമായിട്ട് 600ഉമാണ് പിക്സലുകളുടെ എണ്ണമെങ്കിൽ ഈ 800 × 600 ആയിരിക്കും അതിൻ്റെ മോണിറ്ററിൻ്റെ റെസൊല്യൂഷൻ. സ്ക്രീനിലെ പിക്സലുകൾ തമ്മിലുള്ള അന്തരത്തിന് നമ്മൾ ഡോട്ട് പിച്ച് എന്ന് പറയുന്നു. ചെറിയ ഡോട്ട് പിച്ചുള്ള ഒരു സ്ക്രീനിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ള ചിത്രങ്ങൾ നൽകുന്നു. ഒരു പിക്സൽ തിളക്കമുള്ള അവസ്ഥയിൽ നിന്നും തിളക്കമില്ലാത്ത അവസ്ഥയിലേക്കും തിരിച്ച് തിളക്കമുള്ള അവസ്ഥയിലേക്കും മാറാനുള്ള ആ ഒരു സമയത്തിന്, അത് പ്രതികരിക്കാനെടുക്കുന്ന ആ ഒരു സമയത്തിന് നമ്മൾ പ്രതികരണ സമയം എന്ന് വിളിക്കുന്നു. പ്രതികരണ സമയം കുറവുള്ള മോണിറ്ററുകൾ മെച്ചമായ ദൃശ്യാനുഭവം നൽകുന്നു. നമ്മൾ ഡിഫറെൻറ്റ് ഫ്രെയിംസുകളായിട്ടായിരിക്കും നമ്മൾ ചിത്രങ്ങളൊക്കെ കാണാം. അപ്പോൾ ഒരു ഫ്രെയിമിന് മറ്റൊരു ഫ്രെയിമിലേക്ക് എത്ര പെട്ടെന്നാണോ എത്താൻ കഴിയുന്നത് അത്രയും പെട്ടെന്ന് കാണിക്കുന്ന മോണിറ്ററുകൾ സൂപ്പർ മോണിറ്ററുകളാണെന്നൊക്കെ പറയാം. അപ്പോൾ അതിനെയാണ് നമ്മൾ എന്ത് പറയുക, പ്രതികരണ സമയം എന്ന് പറയാം. അപ്പോൾ ഈ പ്രതികരണ സമയം, അതായത് നമ്മൾ കൊടുക്കുന്ന ഇതിനെ അനുസരിച്ച് പെട്ടെന്ന് പ്രതികരിക്കാൻ കഴിയുന്ന മോണിറ്ററുകൾ നല്ല അടിപൊളിയായിട്ടുള്ള ദൃശ്യാനുഭവം നമുക്ക് നൽകും. ഇനി കാഥോഡ് റേ ട്യൂബ്, അത് നമ്മുടെ പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ടെലിവിഷന്, അതായത് നമ്മുടെ ടിവിയുടെ ഷേപ്പുള്ളതാണ് നമ്മുടെ CRT മോണിറ്ററുകൾ എന്ന് പറയാം. അത് മോണോക്രോം ഉണ്ട്, കളറുണ്ട്. മോണോക്രോം എന്ന ടൈപ്പും ഉണ്ട്, അതുപോലെ കളർ എന്ന് രണ്ടായിട്ട് നമുക്ക് ഈ CRT മോണിറ്ററുകളെ തരംതിരിക്കാം. മോണോക്രോം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന ഒരു കളർ എന്നാണ്. അപ്പോൾ ഒരു കളറിൻ്റെ തന്നെ ഡിഫറെൻറ്റ് ഇപ്പോൾ കറുത്ത പശ്ചാത്തലത്തിൽ ഏതെങ്കിലും ഒരു നിറത്തിൽ അക്ഷരങ്ങളും ചിത്രങ്ങളും പ്രദർശിപ്പിക്കുന്നു. ചാരനിറത്തിലുള്ള വ്യത്യസ്ത ഷെയ്ഡുകൾ പ്രദർശിപ്പിക്കാൻ കഴിയുന്ന മോണോക്രോം മോണിറ്ററുകൾ ഇതിൻ്റെ വേറെ ഒരു വകഭേദമാണ്. ഇതിനെ ഗ്രേ സ്കെയിൽ മോണിറ്റർ എന്ന് പറയും. അപ്പോൾ കറുത്ത പശ്ചാത്തലമാണെങ്കിൽ അങ്ങനത്തെ ഒരു മോണോക്രോം ഉണ്ട്, അതുപോലെ ഗ്രേ സ്കെയിൽ കാണിക്കുന്നതും ഉണ്ട്. ഇനി കളർ മോണിറ്റർ എന്ന് പറഞ്ഞാൽ ചുവപ്പ്, നീല, പച്ച എന്നീ അടിസ്ഥാന നിറങ്ങൾ ഉപയോഗിച്ച് 16 മുതൽ 1 മില്യൺ വരെ വ്യത്യസ്ത നിറങ്ങൾ ഉപയോഗിച്ചിട്ടായിരിക്കും നമ്മൾ ചിത്രങ്ങളും ഇതൊക്കെ പ്രദർശിപ്പിക്കുന്നത്. അപ്പോൾ ഗ്രാഫിക് ആർട്ടിസ്റ്റുകളൊക്കെ അതിനൊരു ഈ ഒരു കാര്യം അറിഞ്ഞിട്ടായിരിക്കും പ്രവർത്തിക്കുക. ഇനി നമ്മുടെ ഫ്ലാറ്റ് പാനൽ മോണിറ്റർ, CRT സ്ക്രീൻ എന്ന് പറഞ്ഞാൽ നല്ല തടിച്ചിട്ട് നല്ല വെയിറ്റുള്ള ഒരു മോണിറ്ററാണ്. അപ്പോൾ അതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് കനം കുറഞ്ഞതും ഭാരം കുറഞ്ഞതുമായിട്ടുള്ള മോണിറ്ററുകൾ കണ്ടുപിടിച്ചു. അതാണ് നമ്മുടെ ഫ്ലാറ്റ് സ്ക്രീനുകൾ. അപ്പോൾ LCD, LED ഒക്കെ അതിന് എക്സാമ്പിളാണ്. പ്ലാസ്മ മോണിറ്ററൊക്കെ അതിന് എക്സാമ്പിളാണ്. OLED അതിന് എക്സാമ്പിളാണ്. അപ്പോൾ ആദ്യം LCD മോണിറ്റർ എന്താണെന്ന് നോക്കാം. LCD ഡിസ്പ്ലേകൾ 2 പ്ലാസ്റ്റിക് പ്ലേറ്റുകളുടെ ഇടയിൽ ലിക്വിഡ് ക്രിസ്റ്റൽ വെച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഒരു വൈദ്യുത പ്രവാഹം കടന്നു പോകുമ്പോൾ ഇതിലുള്ള ആ ഒരു ക്രിസ്റ്റൽസൊക്കെ ചിത്രങ്ങളിൽ പുനഃക്രമീകരണം നടത്തും. അങ്ങനെയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. ഇനി അടുത്തതാണ് നമ്മുടെ LED എന്ന് പറയുമ്പോൾ LCDയിൽ നമ്മൾ ലിക്വിഡാണ് ഉപയോഗിക്കുന്നത്. ഇതിൽ നമ്മൾ കൂടുതലും ക്രിസ്റ്റൽസാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ LCDനേക്കാൾ ഇത്തിരിയും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ളൊരു സംഭവമാണ് LED എന്ന് പറയുന്നത്. ഇതിൽ കറുത്ത നിറവും മറ്റു നിറങ്ങളും തമ്മിലുള്ള വ്യത്യാസം പൂർണ്ണതയോടെ ഇതിൽ അനുഭവവേദ്യമാകുന്നു. ഇതിന് ഒരു ദോഷം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാങ്കേതികവിദ്യ കുറച്ചും കൂടി ചിലവേറിയതാണ്. മികച്ച നിറം നൽകും, വ്യക്തത നൽകും, കോണുകളിൽ നിന്നുള്ള കാഴ്ച നൽകും, വേഗത്തിൽ നമുക്ക് റിഫ്രഷ് ചെയ്ത് കിട്ടും.
പിന്നെ പവർ നന്നായിട്ട് സേവ് ചെയ്യുന്ന ഒരു ഉപകരണമാണ് നമ്മുടെ LED മോണിറ്റർ. ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് അല്ലെങ്കിൽ LED മോണിറ്ററിൻ്റെ പ്രത്യേകത. ഇനി പ്ലാസ്മ മോണിറ്ററിലേക്ക് പോകാം. സമാന്തര ഇലക്ട്രോഡുകൾ ഉറപ്പിച്ച 2 ഷീൽഡ് പ്ലാസ്റ്റിക് പ്ലേറ്റുകളുടെ ഇടയിൽ നിയോൺ സീനോൺ ഗ്യാസ് നിറച്ച് പ്ലാസ്മ മോണിറ്ററുകൾ നിർമ്മിക്കുന്നത്. ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ ഒരു വോൾട്ടേജ് പൾസ് കടന്നു പോകുമ്പോൾ വാതകങ്ങൾ വ്യത്യസ്ത നിറങ്ങളായിട്ട് തിളങ്ങുന്നു. മറ്റേതിൽ നമ്മൾ ക്രിസ്റ്റൽസും അതുപോലെ ലിക്വിഡ് ഉപയോഗിച്ച സ്ഥാനത്ത് ഇതിൽ ഗ്യാസ് കടത്തിവിടുന്നെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഓർഗാനിക് ലൈറ്റ് എമിറ്റിംഗ് ഡയോഡ് OLED മോണിറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ O എന്ന് പറഞ്ഞ ഓർഗാനിക്കിനെ സൂചിപ്പിക്കുന്നു. ഇതിന് കാർബൺ ഉണ്ട് ഇതിലെ പാനലിൽ. അപ്പോൾ LCDനെ LED-നേക്കാൾ ഇത്രയും കൂടി നല്ലതാണ്. കനം കുറവാണ്, ഭാരം കുറവാണ്. പക്ഷേ ഇതിനും ചിലവ് കൂടുതലായിരിക്കും. ഊർജം കുറവാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ദശലക്ഷക്കണക്കിന് ചെറിയ LED-കളാണ് ഇതിൽ ഉപയോഗിക്കുന്നത്. ഇനി LCD പ്രൊജക്ടർ ഒരു വലിയ സ്ക്രീൻ അല്ലെങ്കിൽ പരന്ന പ്രതലത്തിൽ വീഡിയോ ഇമേജുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ ഡാറ്റ പ്രദർശിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വീഡിയോ ഉപകരണമാണ് നമ്മുടെ LCD പ്രൊജക്ടർ. സ്ലൈഡ് പ്രൊജക്ടറിനെ അല്ലെങ്കിൽ ഓവർഹെഡ് പ്രൊജക്ടറിൻ്റെ ആധുനിക തുലനമാണിത്. പണ്ട് നമ്മൾ ഉപയോഗിച്ചിരുന്ന ഇതിൻ്റെ ഒരു അഡ്വാൻസ്ഡ് വെർഷൻ. LCD ഡിസ്പ്ലേയിൽ ഉയർന്ന തീവ്രതയുള്ള പ്രകാശത്തിൻ്റെ ഒരു ബീം ആയിരക്കണക്കിന് മാറുന്ന പിക്സൽസ് വഴി ആ ചിത്രങ്ങൾ നമുക്ക് സ്ക്രീനിൽ പതിപ്പിച്ച് കാണിക്കുന്നു. ഇനി പ്രിൻ്റർ. ഹാർഡ് കോപ്പി നിർമ്മാണത്തിന് പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നു. ഇതിൽ നമുക്ക് മർദ്ദം ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ മർദ്ദം ഉപയോഗിക്കാത്ത പ്രിൻ്ററുകളായിട്ട് വർഗീകരിക്കാവുന്നു. മർദ്ദം ഉപയോഗിക്കുന്ന എന്ന് ഉദ്ദേശിക്കുന്നത് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നത്, അല്ലാത്തതിനെ നോൺ ഇമ്പാക്റ്റ് എന്ന് പറയുന്നു. ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ ടൈപ്പ് റൈറ്റിംഗ് അല്ലെങ്കിൽ പ്രിൻറ്റിംഗ് സാങ്കേതികവിദ്യ ഉപയോഗിക്കുന്നു. ഇവിടെ ഒരു ചുറ്റിക റിബൺ വഴി പേപ്പറിൽ അടിച്ചിട്ടാണ് പ്രിൻറ്റിംഗ് നടക്കുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകൾ ഈ വിഭാഗത്തിൽ പെടുന്നു. നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററുകൾ പേപ്പറിൽ തൊടാതെയാണ് പ്രിൻ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ഗുണനിലവാരം നമ്മൾ നിർണ്ണയിക്കുന്നത് DPI മിഴിവ് അളക്കാൻ ഡോട്ട്സ് പെർ ഇഞ്ച്, വേഗത അളക്കാനായിട്ട് ക്യാരക്ടേഴ്സ് പെർ സെക്കൻഡ് അഥവാ CPS, ലൈൻസ് പെർ മിനിറ്റ് LPM അല്ലെങ്കിൽ പേജസ് പെർ മിനിറ്റ് PPM എന്നിവ ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഇങ്ക് ജെറ്റ്, ലേസർ, തെർമൽ പ്രിൻ്ററൊക്കെ നോൺ ഇമ്പാക്റ്റ് പ്രിൻ്ററിന് എക്സാമ്പിളാണ്. ഇനി ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ അഥവാ DMP. പ്രിൻ്റ് ഹെഡിലെ ഇലക്ട്രോമാഗ്നറ്റിക് ആയി ഉത്തേജനം ചെയ്ത ചെറിയ പിന്നുകൾ ഒരു മഷിയുള്ള റിബണിൽ പതിച്ച് ഇമേജുകൾ നിർമ്മിക്കുന്നു. സാധാരണയായി ഉപയോഗിക്കുന്ന പ്രിൻ്റ് ഹെഡുകളിൽ 9 പിന്നുകൾ അടങ്ങിയിരിക്കുന്നു. മികച്ച പ്രിൻ്റ് നിലവാരത്തിനായി ചില പ്രിൻ്ററുകളിൽ 24 പിന്നുകൾ വരെ ഉപയോഗിക്കുന്നു. ഇതിൻ്റെ മെയിനായിട്ട് നമ്മൾ നോക്കാനുള്ള പോയിൻ്റ് ഏതാണെന്ന് വെച്ചാൽ ഇതിന് വേഗത കുറവാണ്. പ്രിൻറ്റിങ് ചെയ്യുമ്പോൾ ശബ്ദമുണ്ടാവും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഇമ്പാക്റ്റ് പ്രിൻ്ററാണെന്ന്. പിന്നെ വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുന്നില്ല. അച്ചടിക്ക് ചിലവ് കുറവാണ്. കൂടാതെ കാർബൺ കോപ്പികൾ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ക്യാഷ് കൗണ്ടറുകളിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്ററാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻ്റർ. ഇതൊരു എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. കാർബൺ കോപ്പി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു പ്രിൻ്റർ എന്ന രീതിയിൽ. ഇനി ഇങ്ക് ജെറ്റ് പ്രിൻ്റർ. ഇങ്ക് ജെറ്റ് പ്രിൻ്റർ എന്ന് പറഞ്ഞാൽ പ്രിൻ്റ് ഹെഡിൽ നിന്നും മഷിയുടെ ചെറിയ തുള്ളികൾ സ്പ്രേ ചെയ്താണ് നമ്മുടെ പേജിൽ പ്രിൻ്റ് ചെയ്യുന്നത്. അപ്പോൾ വർണ്ണ ഇമേജുകൾ ഉണ്ടാക്കുന്നതിന് ഈ പ്രിൻ്റിൽ കോമ്പിനേഷൻ ഓഫ് സിയാൻ, മഞ്ഞ, മജന്ത, കറുപ്പ് ഈ നിറങ്ങളുടെയൊക്കെ ഒരു കോമ്പിനേഷനാണ് ഉപയോഗിക്കുന്നത്. ചില ഫോട്ടോ നിലവാരത്തിലുള്ള ഇങ്ക് ജെറ്റ് പ്രിൻ്ററുകൾ കൂടുതൽ നിറങ്ങളിലുള്ള മഷികളുണ്ടാവും. അപ്പോൾ അതിന് പിന്നെ വേറൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇങ്ക് ജെറ്റ് പ്രിൻ്റുകൾക്ക് ലേസർ പ്രിൻ്ററിനെ അപേക്ഷിച്ചിട്ട് വില കുറവാണ്. പക്ഷേ അതിൽ നിറക്കുന്ന മഷിക്ക് കാർട്രിഡ്ജ് എന്നാണ് പറയുന്നത്. അപ്പോൾ കാർട്രിഡ്ജുകളുടെ വില ദീർഘകാല അടിസ്ഥാനത്തിനായിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ചിലവ് കൂടുതലാണ്. ലേസർ പ്രിൻ്റർ എന്ന് പറയുമ്പോൾ മികച്ച ഗുണനിലവാരമുള്ള പ്രിൻ്റുകൾ ലഭിക്കും. പ്രിൻ്റ് ചെയ്യേണ്ട ചിത്രം ലേസർ ബീം ഉപയോഗിച്ച് ഒരു ഡ്രമ്മിലേക്ക് പകർത്തുന്നു. ടോണർ കാർട്രിഡ്ജിൽ നിന്ന് ടോണർ പൗഡർ ഡ്രമ്മിലേക്ക് സ്പ്രേ ചെയ്യുന്നു. അപ്പോൾ മറ്റേതിൽ നമ്മൾ ഇങ്കാണ് സ്പ്രേ ചെയ്യണമെങ്കിൽ ഇതിൽ ടോണർ എന്ന് പറഞ്ഞിട്ടൊരു പൊടിയാണ് ഇതിലുള്ളത്. ഇതിൽ ഈ ഡ്രമ്മ് ഉണ്ടാവും. ഈ ഡ്രമ്മ് ഉരുളുന്നതിനനുസരിച്ചിട്ട് പേപ്പറിൽ ചൂടാക്കി അതിലേക്ക് പൊടി പറ്റിപ്പിടിച്ചിട്ട് പേപ്പർ പ്രിൻ്റായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇതിൽ നമുക്ക് മോണോക്രോമും കളറൊക്കെ പ്രിൻ്റ് ചെയ്യാം. പിന്നെ ഇതിനെ പേജസ് പെർ മിനിറ്റ് എന്ന രീതിയിലാണ് ഇതിൻ്റെ
പ്രിൻറ്റിനെ നമ്മൾ അളക്കാം. ഇനി തെർമൽ പ്രിൻ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിൻറ്റിൻ്റെ ഹെഡിൽ എന്താ പറയുക, ഹീറ്റ് സെൻസിറ്റീവ് ആയിട്ടുള്ള തെർമൽ പേപ്പർ കടന്നു പോകുമ്പോൾ ആവശ്യാനുസരണം പേപ്പറിനെ ചൂടാക്കിയിട്ട് അതിലേക്ക് അച്ചടിച്ചിട്ട് ഒരു ഇമേജ് ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. ഡോട്ട് മെട്രിക്സ് പ്രിൻ്ററുകളേക്കാൾ മിഴിവും വേഗവും തെളിച്ചമുള്ള പ്രിൻ്റുകൾ നമ്മുടെ തെർമൽ പ്രിൻറ്റിൽ ലഭ്യമാവും. ഇവ ചെറുതാണ്, ഭാരം കുറഞ്ഞതാണ്, കുറഞ്ഞ ഊർജം ഉപയോഗിക്കുന്നതും ശബ്ദം കുറവും ഉള്ളതാണ്. അതിനാൽ ഇവയെ എന്താ പറയുക, സുവഹനീയമായി പ്രിൻ്ററുകൾ ഉപയോഗിക്കുന്നു. പിന്നെന്താ, പോയിൻ്റ് ഓഫ് സെയിൽ ടെർമിനലുകളിൽ ഉപയോഗിക്കുന്നു. നമ്മൾ KSRTC ടിക്കറ്റൊക്കെ കൊടുക്കുന്ന ഒരു സംവിധാനമാണ്. അതാണ് നമ്മുടെ തെർമൽ പ്രിൻ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് 4 കുറച്ച് ഗുണവും ദോഷവും അതിൻ്റെ പ്രത്യേകതകളുമാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ലേസർ പ്രിൻ്റ്, ഇങ്ക് ജെറ്റ് പ്രിൻ്റ്, തെർമൽ പ്രിൻ്റ്, ഡോട്ട് മെട്രിക്സ് പ്രിൻ്റ് എന്നാണ് കൊടുത്താക്കുന്നത്. ഇപ്പോൾ ലേസർ പ്രിൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് മഷിയാണ്. ഇങ്ക് ജെറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ലേസർ പ്രിൻറ്റിൽ നമ്മൾ ഉപയോഗിക്കുന്നത് പൗഡറാണ്. ഇങ്ക് ജെറ്റിൽ നമ്മൾ ദ്രവരൂപത്തിലുള്ള മഷിയാണ്. തെർമലിൽ താപസംവേദിയായിട്ടുള്ള പേപ്പർ. മഷി പുരട്ടിയ റിബണാണ് ഡോട്ട് മെട്രിക്സിൽ ഉപയോഗിക്കുന്നത്. ഇതെങ്ങനെ പ്രിൻറ്റ് ചെയ്യുന്നത്? നമ്മുടെ ഇങ്ക് ജെറ്റാണെങ്കിൽ സ്പ്രേ ചെയ്യും, ലേസറിലാണെങ്കിൽ പൊടി ചൂടാക്കി പേപ്പറിൽ ചേർക്കും, തെർമലിലാണെങ്കിൽ താപസംവേദിയായിട്ടുള്ള പേപ്പറിന് മുകളിലൂടെ തെർമൽ പ്രിൻ്റ് ഹെഡ് കടന്നു പോകും. മറ്റ് ഡോട്ട് മെട്രിക്സിലാണെങ്കിൽ പേപ്പറിന് മുകളിലൂടെ റിബൻ്റെ പിന്നുകൾ അമർത്തപ്പെടുമ്പോഴാണ് അതിൽ പ്രിൻ്റ് ആവുന്നത്. പ്രിൻറ്റിൻ്റെ വേഗത 20 പേജുകളാണ് ലേസർ പ്രിൻറ്റിൽ മിനിറ്റിൽ ഉണ്ടാവുക. 6 പേജുകളാണ് ഇങ്ക് ജെറ്റിൽ. സെക്കൻഡിൽ 150 mm വരെയാണ് നമ്മുടെ തെർമൽ പ്രിൻറ്റിൽ. 1 സെക്കൻഡിൽ 30 മുതൽ 550 ക്യാരക്ടർ വരെയാണ് ഡോട്ട് മെട്രിക്സ് പ്രിൻറ്റിൽ പ്രിൻറ്റ് ചെയ്യാൻ സാധിക്കുക. ഇനി ലേസർ പ്രിൻ്റ്, ഇങ്ക് ജെറ്റിലൊക്കെ നല്ല ഗുണനിലവാരമുള്ള പ്രിൻറ്റുകളായിരിക്കും ഉണ്ടാവുക. ലേസർ പ്രിൻ്റ് കൂടുതൽ കറുപ്പ് വെളുപ്പ് നിറത്തിലുള്ള പ്രിൻറ്റിങ്ങിനാണ് യോജിച്ചത്. പിന്നെ ചെറിയ ഫോണ്ടുകൾക്കൊക്കെ യോജിച്ച ഒരു പ്രിൻ്റ് നമുക്ക് ഇങ്ക് ജെറ്റിന് പറയാം. പിന്നെ ചിത്രങ്ങൾ പ്രിൻ്റ് ചെയ്യാനായിട്ട് നമുക്ക് തെർമൽ പ്രിൻ്റ് നമുക്ക് ഉപയോഗിക്കില്ല. ടെക്സ്റ്റുകൾ പ്രിൻ്റ് ചെയ്യാനാണ് അത് കൂടുതൽ നല്ലത്. മോശം നിലവാരത്തിലുള്ളൊരു പ്രിൻറ്റിംഗ് ആണ് നമ്മുടെ ഡോട്ട് മെട്രിക്സിലുള്ളത്. പിന്നെ നമ്മുടെ നേട്ടങ്ങൾ പറയുകയാണെങ്കിൽ ഈ ഡോട്ട് മെട്രിക്സിനെ ഒഴിച്ച് ബാക്കി 3 നിശബ്ദമായിട്ട് വേഗത്തിൽ പ്രിൻ്റ് ചെയ്യുന്ന ഒരു ഇതാണ്. മറ്റേത് റിബൺ ഉപയോഗിക്കുന്നതിനാൽ നമുക്ക് അച്ചടിയുടെ ചിലവ് കുറവായിരിക്കും ഡോട്ട് മെട്രിക്സിന്. അതാണ് അതിൻ്റെ നേട്ടം. ദോഷങ്ങൾ പറയുകയാണെങ്കിൽ പേപ്പർ ജാം ആവാൻ സാധ്യത കൂടുതലാണ് ലേസർ പ്രിൻ്ററുകളിൽ. മഷി വിലയേറിയത് കൊണ്ട് പിന്നെ വെള്ളം നനഞ്ഞാൽ മഷി പടരും. പിന്നെ മഷി പുറത്തേക്ക് വരുന്ന കുഴലുകൾ അടഞ്ഞു പോകാനും നമ്മുടെ ഇങ്ക് ജെറ്റിന് സാധ്യതയുണ്ട്. പിന്നെന്താ, ഇനി നമുക്ക് പ്ലോട്ടർ എന്താണെന്ന് നോക്കാവേ. ഗ്രാഫുകളും ഡിസൈനുകളും ഹാർഡ് കോപ്പിയായി നിർമ്മിക്കുന്നതിന് ഒരു ഔട്ട്പുട്ട് ഉപകരണമാണ് നമ്മുടെ പ്ലോട്ടർ എന്ന് പറയുന്നത്. വലിയ ഫോർമാറ്റിലുള്ള ഗ്രാഫുകൾ, നിർമ്മാണ മാപ്പുകൾ, എഞ്ചിനീയറിംഗ് ഡ്രോയിങ്ങുകൾ, വലിയ പോസ്റ്ററുകൾ എന്നിവ നിർമ്മിക്കാനൊക്കെ നമ്മൾ ഈ പ്ലോട്ടർ ഉപയോഗിക്കും. കാറുകൾ, കപ്പലുകൾ, വിമാനങ്ങൾ, കെട്ടിടങ്ങൾ, ഹൈവേകൾ എന്നിവയുടെ രൂപകൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് പ്ലോട്ടർ നമ്മൾ ഉപയോഗിക്കും. ഇതിനെ നമ്മൾ 2ആയിട്ട് തിരിക്കും. ഡ്രം പ്ലോട്ടർ എന്നും ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ എന്നും. ഡ്രം പ്ലോട്ടർ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വേറൊരു പേരാണ് റോളർ പ്ലോട്ടർ. പേപ്പർ ഉറപ്പിച്ച ഒരു ഡ്രം, അതിലേക്ക് റോളർ, അതിനെ ഉൾക്കൊള്ളുന്ന ഈ ഡ്രമ്മ് മുമ്പിലേക്കും പുറകിലേക്കും തിരിഞ്ഞാണ് പേപ്പറിൽ ഗ്രാഫ് നിർമ്മിക്കുന്നത്. നിറമുള്ള മഷിപ്പേനകൾ അല്ലെങ്കിൽ പെൻസിലുകൾ അടങ്ങിയിട്ടുള്ള ഒരു ഡ്രോയിങ് ആം അതിൻ്റെ അടങ്ങിയിട്ടുണ്ട്. ഈ ഡ്രോയിങ് ആം ഇരുവശത്തേക്കും നീങ്ങുകയും റോളറിലൂടെ പേപ്പർ മുമ്പിലേക്കും പിന്നിലേക്കും നീങ്ങുകയും ചെയ്തിട്ടാണ് ഇതിൽ ഗ്രാഫ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ റോളറാണ് ഈ ഡ്രം പ്ലോട്ടറിൽ വരിക. അപ്പോൾ ഡ്രം പ്ലോട്ടറിൻ്റെ വേറൊരു പേരാണ് റോളർ പ്ലോട്ടർ എന്നുള്ളത് ഓർക്കുക. ഇതിലൊരു ഡ്രോയിങ് ആം ഉണ്ട്. ഈ ഡ്രോയിങ് ആം മുമ്പോട്ടും പിന്നോട്ടും ഈ ഡ്രമ്മിലൂടെ സഞ്ചരിച്ച് കഴിയുമ്പോഴാണ് ഒരു ഗ്രാഫ് അല്ലെങ്കിൽ ഒരു മാപ്പ് പേപ്പറിൽ സൃഷ്ടിക്കപ്പെടുന്നത്. ഇനി ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടർ. ഫ്ലാറ്റ് ബെഡ് എന്ന് പറയുമ്പോൾ ഫ്ലാറ്റായിട്ടിരിക്കുന്ന ഒരു പ്രതലത്തിൽ വെച്ച് പ്രിൻറ്റ് ചെയ്യുന്നതാണെന്ന് ഓർത്താൽ മതി. അഥവാ ഒരു ടേബിളിൻ്റെ പുറത്ത് വെച്ച് പ്രിൻറ്റ് ചെയ്യുന്നതായിട്ട് ഓർക്കുക. അപ്പോൾ ചതുരാകൃതിയിലുള്ള ഫ്ലാറ്റ് ബെഡ് ടേബിളിൽ പേപ്പർ ഉറപ്പിച്ചിട്ട് ഇത് പ്ലോട്ടുകൾ നിർമ്മിച്ച് നൽകും. അപ്പോൾ എങ്ങനെയാണ്? ഫ്ലാറ്റ് ബെഡ് പ്ലോട്ടറിൽ 2 ഡ്രോയിങ് ആംസാണ് ഉള്ളത്. ഇതിൽ ഓരോന്നിലും നിറമുള്ള മഷിപ്പേനകൾ അല്ലെങ്കിൽ പെൻസിലുകളുണ്ട്. സ്ഥിരമായിട്ട് ഉറപ്പിച്ചിട്ടുള്ള ഈ പേപ്പറിന് മുകളിലൂടെ ഡ്രോയിങ് ഹാൻഡുകൾ നീങ്ങിയിട്ടാണ് ഇതിൽ നമുക്ക് വ്യക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രിൻ്റ് അല്ലെങ്കിൽ ഗ്രാഫുകളൊക്കെ ഉണ്ടാവുക. ഇത് ഇത്തിരി വലുതും സങ്കീർണമായിട്ടുള്ള ഡ്രോയിങ് പ്രിൻ്ററാണ്.
അല്ലെങ്കിൽ പ്ലോട്ടറാണ്, അതുകൊണ്ട് ഇതിന് മണിക്കൂറുകൾ എടുക്കും. ഇനി അടുത്തതാണ് 3D പ്രിൻ്റർ അല്ലെങ്കിൽ 3 ഡയമെൻഷണൽ പ്രിൻ്റർ അല്ലെങ്കിൽ ത്രിമാന പ്രിൻ്റർ. 3D വസ്തുക്കൾ അച്ചടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ന്യൂ ജനറേഷൻ ഔട്ട്പുട്ട് ഉപകരണമാണ് 3D പ്രിൻ്റർ. വ്യത്യസ്തമായ പദാർത്ഥങ്ങൾ ഉപയോഗിച്ച് വ്യത്യസ്ത തരത്തിലുള്ള വസ്തുക്കളൊക്കെ നമുക്കിതിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. കപ്പുകളും കല്ലുകൊണ്ടുള്ള പൂച്ചെടികൾ, പിന്നെ ഫാൻസി ചോക്ലേറ്റ് കേക്കുകൾ, അങ്ങനെ പലതും നമുക്കിതിൽ അച്ചടിക്കാൻ സാധിക്കും. ഈ 3D പ്രിൻറ്റിംഗ് പ്രക്രിയ ഒരു വസ്തുവിനെ ആയിരക്കണക്കിന് തിരശ്ചീനമായിട്ടുള്ള ചെറിയ പാളികളായിട്ട് അച്ചടിക്കാൻ ശ്രമിക്കുന്നു. ഇതിനുശേഷം ഈ പാളികളിൽ താഴെ നിന്നും മുകളിലേക്ക് ഓരോ ലെയറായിട്ട് പ്രിൻറ്റ് ചെയ്തിട്ട് ഇതിനെ പരസ്പരം ഒട്ടിച്ച് ചേർക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണമാണ് നമ്മുടെ സ്പീക്കർ എന്ന് പറയുന്നത്. കമ്പ്യൂട്ടറിലെ ശബ്ദം സൃഷ്ടിക്കുന്നതിന് ഓഡിയോ ഔട്ട്പുട്ട് ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ്. ഇതിൽ ഇലക്ട്രിക് സിഗ്നലുകൾ അനുസരിച്ചിട്ട് സ്പീക്കറിൻ്റെ ഡയഫ്രം മുന്നോട്ടും പിന്നോട്ടും നീങ്ങി ശബ്ദം പുറപ്പെടുവിക്കുന്നു. ഉയർന്ന തരത്തിലുള്ള ശബ്ദത്തിന് കമ്പ്യൂട്ടറിൽ 2.1, 5.1, 7.1 എന്നിങ്ങനെ നമുക്ക് സ്പീക്കറുകൾ ഉപയോഗിക്കാവുന്നതാണ്. 2.1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 സ്പീക്കറുകളും, 5.1 എന്ന് പറഞ്ഞാൽ 5 സ്പീക്കറുകളും, 7.1 എന്ന് പറഞ്ഞാൽ 7 സ്പീക്കറുകളായിരിക്കും അതിലുണ്ടാവുക. അങ്ങനെയാണ് അതിൻ്റെ സ്പീക്കർ സിസ്റ്റം ഉള്ളത്. ഇനി ഈ വേസ്റ്റിനെ പറ്റി നമുക്ക് ലാസ്റ്റ് ഒന്ന് നോക്കാം. അതിന് മുമ്പ് നമുക്കൊന്ന് വേറൊരു മെയിൻ ടോപ്പിക് ഉണ്ട്, അതിലേക്ക് പോവേ. ഓക്കെ, അപ്പോൾ ഈ മദർ ബോർഡിനെ പറ്റിയിട്ട് നോക്കി ഇനി കുറച്ച് കാര്യങ്ങൾ നോക്കാം. മദർ ബോർഡ് എന്ന് പറഞ്ഞാൽ പ്രോസസ്സറും അതിനോടനുബന്ധിച്ചുള്ള പ്രധാനപ്പെട്ട ഘടകങ്ങളും അടങ്ങിയിട്ടുള്ള വലിയ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡാണ്. അതിനെ PCB എന്നാണ് നമ്മൾ പറയുക. PCB എന്ന് വെച്ചാൽ പ്രിൻറ്റഡ് സർക്യൂട്ട് ബോർഡ്. ഇതിൽ മെമ്മറി, ഗ്രാഫിക്സ് കാർഡ്, സൗണ്ട് കാർഡ് തുടങ്ങിയിട്ടുള്ള സർക്യൂട്ട് ബോർഡുകൾ ആവശ്യാനുസരണം വേണ്ടി വന്നാൽ ഉൾപ്പെടുത്താനുള്ള എക്സ്പാൻഷൻ സ്ലോട്ടുകൾ ഇതെല്ലാം ഒരു മദർ ബോർഡിൻ്റെ അകത്ത് ഉണ്ടാവും. ഇതാണ് ഒരു മദർ ബോർഡിൻ്റെ പടം. ടെസ്റ്റ് കൊടുത്താക്കുന്ന പടമാണ് ഈ കൊടുത്താക്കുന്നത്. ഇനി പെരിഫറലുകളും പോർട്ടുകളും. പെരിഫറൽ അല്ലെങ്കിൽ അതുകൂടാതെ അതുമായി ബന്ധപ്പെട്ട പോർട്ടുകൾ. ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ കഴിവുകൾ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി അതുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ഉപകരണങ്ങളാണ് പെരിഫറലുകൾ. ബാഹ്യ ഉപകരണങ്ങളെ കമ്പ്യൂട്ടറുമായി ബന്ധിപ്പിക്കുന്നതിന് മദർ ബോർഡിലെ പോർട്ടുകൾ ഉപയോഗിക്കുന്നു. ഇനി ഇതിലിപ്പോൾ 2-3 പോർട്ടുകളുടെ പടം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇൻപുട്ട് ഉപകരണങ്ങൾ, ഔട്ട്പുട്ട് ഉപകരണങ്ങൾ, ബാഹ്യ സംഭരണ ഉപകരണങ്ങൾ, ആശയവിനിമയ ഉപകരണങ്ങൾ എന്നിവ പെരിഫറുകളിൽ ഉൾപ്പെടുന്നു. വീഡിയോ ഗ്രാഫിക് അറേ അല്ലെങ്കിൽ VGA, പിന്നെ IBM പേഴ്സണൽ സിസ്റ്റം /2 അല്ലെങ്കിൽ PS/2, യൂണിവേഴ്സൽ സീരിയൽ ബസ് അല്ലെങ്കിൽ USB, പിന്നെ ഈതർനെറ്റ്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് എന്നിങ്ങനെ മദർ ബോർഡിൽ ആവശ്യമായ വിവിധ പോർട്ടുകളുടെ ബാഹ്യ കമ്പ്യൂട്ടർ ഉപകരണങ്ങൾ മദർ ബോർഡുമായി ആശയവിനിമയം നടത്തുന്നു. ഇതൊക്കെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കുന്ന ചില പോർട്ടുകൾ ഏതൊക്കെയാണെന്നൊക്കെ ഇനി നോക്കാം. അപ്പോൾ ഈ ഒരു പിക്ചർ ആദ്യം ഒന്ന് മനസ്സിലേക്ക് എടുക്കാം. അതിലാദ്യത്തെ PS/2 ആണ്. ആദ്യം നമ്മൾ സീരിയൽ പോർട്ടാണ് നോക്കാൻ പോണേ. അപ്പോൾ സീരിയൽ പോർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ഒരു പോർട്ടിനെയാണ് നമ്മൾ സീരിയൽ പോർട്ട് എന്ന് പറയുന്നത്. അപ്പോൾ സീരിയൽ പോർട്ട് എന്താണെന്ന് നോക്കാം. ഒരു സീരിയൽ പോർട്ട് അല്ലെങ്കിൽ സീരിയൽ കമ്മ്യൂണിക്കേഷൻ പോർട്ട് ഒരു സമയത്ത് 1 ബിറ്റ് ഡാറ്റ വീതം അയക്കുന്നു. 1 ബിറ്റ് ഡാറ്റ മാത്രം അയക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പഴയ കമ്പ്യൂട്ടറുകളിൽ നമ്മുടെ മോഡം, മൗസ്, കീബോർഡ് പോലുള്ള ഉപകരണങ്ങൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു പഴയ മെത്തേഡാണ് സീരിയൽ പോർട്ട്. ഇതിൽ സീരിയൽ കേബിളുകളിലാണ് ഇത് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിർമ്മാണത്തിന് ചിലവ് കുറവാണ്. പിന്നെ എന്താണ്, വേഗത കുറവാണ്. പക്ഷേ ഇനി അതിൻ്റെ വേറൊരു വെറൈറ്റിയാണ് പാരലൽ പോർട്ട് എന്ന് പറയുന്നത്. ഒരേ സമയം നിരവധി ബിറ്റ് ഡാറ്റ ഒരേ സമയം അയക്കുന്നു. ഇത് കമ്പ്യൂട്ടറിലെ പ്രിൻ്റർ അല്ലെങ്കിൽ സ്കാനറായിട്ട് ബന്ധിപ്പിക്കാനായിട്ടാണ് പണ്ട് പാരലൽ പോർട്ട് ഉപയോഗിച്ചിരുന്നത്. അതിൻ്റെ പടം സൈഡിൽ കൊടുത്തിട്ടുണ്ട്. ഇനി USB പോർട്ട്, അതാണ് നമ്മൾ യൂണിവേഴ്സൽ സീരിയൽ ബസ് എന്ന് ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. ഉയർന്ന വേഗത്തിലെ ഡാറ്റ വിനിമയം സാധ്യമാക്കുന്ന ഒരു പോർട്ടാണ് യൂണിവേഴ്സൽ സീരിയൽ ബസ്. അതിൻ്റെ ഫോട്ടോ ഇതിൽ കൊടുത്തിട്ടുണ്ട്. നമ്മൾ USB കേബിൾ, നമ്മളിപ്പോൾ മിക്കവാറും പേര് ഉപയോഗിക്കുന്നത് ഈ USB കേബിളായിരിക്കും. ഉയർന്ന ബാൻഡ്വിഡ്ത്ത് ഡാറ്റ കൈമാറ്റത്തിൻ്റെ വേഗത വർദ്ധിപ്പിക്കുന്നു. ഹ്രസ്വ ദൂരത്തേക്കുള്ള ഡാറ്റ വിനിമയത്തിനായി ഇത് ഉപയോഗിക്കുന്നു.
കീബോർഡ്, മൗസ്, പ്രിൻ്റർ, പിന്നെ സ്കാനർ, ഫ്ലാഷ് ഡ്രൈവ്, പിന്നെ ബാഹ്യ ഹാർഡ് ഡിസ്ക് മുതലായവ ഉപകരണങ്ങളൊക്കെ ബന്ധിപ്പിക്കാനായിട്ട് USB പോർട്ടാണ് യൂസ് ചെയ്യുന്നത്. പിന്നെ ബാഹ്യ ഉപകരണങ്ങളിലേക്ക് വൈദ്യുതോർജ്ജം നൽകുന്നതിന് USB പോർട്ടുകൾക്ക് കഴിയും. നമ്മൾ ഫോണൊക്കെ ചാർജ് ചെയ്യുന്ന ആ ഒരു ഇത് ആലോചിച്ചാൽ മതി. ഇനി അടുത്തത് LAN പോർട്ട്. ഈതർനെറ്റ് പോർട്ട് അല്ലെങ്കിൽ നെറ്റ്വർക്ക് കണക്ഷൻ അല്ലെങ്കിൽ നെറ്റ്വർക്ക് പോർട്ട് എന്നിങ്ങനെയും ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ടും എന്നും ഇതിനറിയപ്പെടുന്നു. പണ്ട് നമ്മൾ നെറ്റൊക്കെ കണക്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു ഇതാണ് LAN പോർട്ട് എന്ന് പറയുന്നത്. ഒരു വയർ ഉപയോഗിച്ച് ഒരു കമ്പ്യൂട്ടറിനെ നെറ്റ്വർക്കുമായി ബന്ധിപ്പിക്കുവാൻ LAN പോർട്ട് ഉപയോഗിക്കുന്നു. LAN പോർട്ടുകളിൽ കേബിളുകൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു അംഗീകൃത കണക്ടർ, അങ്ങനെ ഉപയോഗിക്കേണ്ട ഒരു കണക്ടറുണ്ട്. ആ കണക്ടറാണ് രജിസ്റ്റേർഡ് ജാക്ക് RJ45. രജിസ്റ്റേർഡ് ജാക്ക് RJ45 ആണ് ഈ സൈഡിൽ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ സൈഡിൽ LAN പോർട്ടും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മൾ കുറേയായി നമ്മൾ പറയുന്ന PS/2 പോർട്ട്. PS/2 പോർട്ട് എന്ന് പറഞ്ഞാൽ കീബോർഡ്, മൗസൊക്കെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ ബിസിനസ് മെഷീൻസ് അല്ലെങ്കിൽ IBM കണ്ടുപിടിച്ച ഒരു പ്രത്യേക പോർട്ടുകളാണ് പേഴ്സണൽ സിസ്റ്റം/2 PS/2 പോർട്ടുകൾ. ഈ ചിത്രത്തിൽ കൊടുത്തിട്ടുണ്ട്. മൗസിന് ഒരു ഗ്രീൻ കളറ്, അതുപോലെ കീബോർഡിന് ഒരു ബ്ലൂയിഷ് കളറ്. ഇത്തരത്തിലുള്ള പോർട്ടുകൾക്ക് വളരെ വേഗത കുറവാണ്. അപ്പോൾ അതിന് പകരം ഇപ്പോൾ USB പോലുള്ള വേഗതയേറിയ പോർട്ടുകൾ ഉപയോഗിച്ച് വരുന്നു. അപ്പോൾ ഒരു കാലഘട്ടത്തിൽ വരെ ഉപയോഗിച്ചിരുന്ന ഒരു തരം പോർട്ടാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. PS/2 പേഴ്സണൽ സിസ്റ്റം/2 IBM ആണ് കണ്ടുപിടിച്ചത്. ഇനി ഓഡിയോ പോർട്ട്. സ്പീക്കർ, മൈക്രോഫോൺ മുതലായവ ഓഡിയോ ഉപകരണങ്ങളെ ബന്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ആണ് നമ്മൾ ഈ ഓഡിയോ പോർട്ട് യൂസ് ചെയ്യണത്. അതിൽ ലൈൻ ഇൻ, ലൈൻ ഔട്ട്, മൈക്ക് ഇൻ എന്ന് കണ്ടോ, ഈ പോർട്ട് ഇവിടെ പടം കൊടുത്തിട്ടുണ്ട്. ഇതെന്താണെന്ന് നമുക്ക് ഒന്ന് വിശദമായിട്ട് നോക്കാം. ഇത് 3 ടൈപ്പിലുള്ള ഓഡിയോ പോർട്ടാണ്. ലൈൻ ഇൻ എന്ന് പറഞ്ഞാൽ ശബ്ദം ഇൻപുട്ട്, അതായത് നമ്മുടെ മൊബൈൽ, ലൈൻ ഔട്ട്, ഐപോഡ് മുതലായ ഓഡിയോ ഉപകരണങ്ങളിൽ നിന്നും ശബ്ദം ഉള്ളിലേക്ക് കൊടുക്കുന്നത് ലൈൻ ഇൻ. ലൈൻ ഔട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ ബാഹ്യ സ്പീക്കറുകളിലേക്ക് നമ്മുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്നുള്ള ശബ്ദം ഔട്ട്പുട്ട് ചെയ്യുന്നതിനാണ് ലൈൻ ഔട്ട്. ഇനി അടുത്തത് മൈക്ക് ഇൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈക്രോഫോണിൻ്റെ ഇൻപുട്ട് ചെയ്യാനുള്ള പോർട്ടാണ്. ഇനി അടുത്തത് വീഡിയോ ഗ്രാഫിക് അറേ. വീഡിയോ ഗ്രാഫിക്സ് അറേ അല്ലെങ്കിൽ VGA പോർട്ട്. ഈ IBM വികസിപ്പിച്ചെടുത്ത ഒരു ജനപ്രിയ അംഗീകൃത പ്രദർശന പോർട്ടാണ് VGA പോർട്ട്. അപ്പോൾ കമ്പ്യൂട്ടർ ഒരു മോണിറ്ററായിട്ടോ അല്ലെങ്കിൽ പ്രൊജക്ടറായിട്ടോ ബന്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു പോർട്ടാണ് VGA പോർട്ട്. പണ്ടൊക്കെ നമ്മൾ മോണിറ്ററുകൾ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്തിരുന്നത് ഇതേപോലത്തെ ഒരു പോർട്ട് വെച്ചിട്ടാണ്. എന്നിട്ട് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് നമ്മളത് കണക്ട് ചെയ്യും. അപ്പോൾ ഇതുപോലെ 15 പിന്നുകൾ VGA കണക്ടറിനുണ്ട്. 800x600 റെസൊല്യൂഷനിലുള്ള സൂപ്പർ VGA അല്ലെങ്കിൽ SVGA ആദ്യം വികസിപ്പിച്ചെടുത്തു. പിന്നീട് 1024x764 റെസൊല്യൂഷനിലുള്ള എക്സ്റ്റെൻഡഡ് ഗ്രാഫിക് അറേ അല്ലെങ്കിൽ XGA പുറത്തിറക്കി. ഒരു മോണിറ്റർ ഏത് റെസൊല്യൂഷനെ പിന്തുണക്കുന്നു എന്നത് പരിഗണിക്കാതെ സാധാരണയായി ഇവയെ VGA എന്ന് വിളിക്കുന്നു. റെസൊല്യൂഷൻ അല്ല ഇതിന് നോക്കണത്. ഇതിനെ കോമൺ ആയിട്ട് നമ്മൾ വീഡിയോ ഗ്രാഫിക്സ് അറേ എന്നുള്ള പേരിലാണ് അറിയപ്പെടുന്നത്. ഇനി അടുത്തത് HDMI പോർട്ട്, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് പോർട്ട്. ഒരു കേബിൾ മുഖേന ഉയർന്ന ഡെഫിനിഷനിൽ വീഡിയോയും ഒന്നിലധികം ചാനൽ ഓഡിയോകളും പകർത്താൻ കഴിവുള്ള ഒരു ഡിജിറ്റൽ കണക്ഷനാണ് HDMI. അനലോഗ് കേബിളുകൾ ഉപയോഗിച്ച് ഇതേ കാര്യം ചെയ്യാൻ നമുക്ക് അനേകം വീഡിയോ ഓഡിയോ കേബിളുകൾ ബന്ധിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ ഉയർന്ന ഡെഫിനിഷനുള്ള വീഡിയോയും അതുപോലെ ഒന്നിലധികം ചാനൽ ഓഡിയോകളും പകർത്താൻ കഴിവുള്ള ഒരു കണക്ഷനാണ് ഈ HDMI, ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് പോർട്ട്. അതിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കണതെന്ന് ഓർത്താൽ മതി. ഈ ഒരു ടോപ്പിക്ക് ഇതിൽ കണ്ടതുകൊണ്ട് വെറുതെ ഒന്ന് പറഞ്ഞു പോകുന്നതാണ്. നമ്മുടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ ഉപയോഗശൂന്യമാകുമ്പോൾ അത് നമ്മൾ എങ്ങനെയാണോ ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ കത്തിച്ചളയോ എങ്ങനെയൊക്കെയോ നമ്മൾ ഉപയോഗിക്കാതിരിക്കുകയൊക്കെ ചെയ്യും. അപ്പം അങ്ങനെ വരുന്ന ഈ വേസ്റ്റുകൾ നമ്മൾ ഇലക്ട്രോണിക് വേസ്റ്റുകൾ എന്ന് പറയും. ഇപ്പോൾ റെഫ്രിജറേറ്റർ ആവാം, ടെലിവിഷൻ ആവാം, കമ്പ്യൂട്ടർ മോണിറ്ററോ അങ്ങനെ പല കാര്യങ്ങളും ആവാം.
പിന്നെ ഇതിലൊരു മെയിൻ പോയിൻ്റ്, ഓരോ വർഷം ലോകത്താകമാനമുള്ള വേസ്റ്റ് 8% നിരക്കിൽ വർദ്ധിക്കുന്നു എന്നാണ് കണക്ക്. അപ്പോൾ ഈ മാലിന്യത്തെക്കുറിച്ച് നമുക്ക് കുറച്ച് കാര്യങ്ങൾ നോക്കാനുള്ളത്, ഇതിലടങ്ങിയിരിക്കുന്ന വസ്തുക്കൾ ഉപയോഗിച്ചിട്ട് നമ്മൾക്ക് എന്തൊക്കെ ദോഷങ്ങളാണ് ഉണ്ടാക്കണേ എന്നുള്ളൊരു കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ ലെഡ് എന്ന് പറഞ്ഞ ഒരു രാസപദാർത്ഥം, അതിൻ്റെ മെയിൻ ഉറവിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ കമ്പ്യൂട്ടർ മോണിറ്റർ ഗ്ലാസ്, PCB സോൾഡർ, ഇതിലൊക്കെ അടങ്ങിയിട്ടുണ്ട് ലെഡ്. ഇത് കേന്ദ്ര നാഡീവ്യൂഹത്തെ ബാധിക്കും, രക്തചംക്രമണത്തെയും കിഡ്നിയെയും ബാധിക്കും. പിന്നെ മെർക്കുറി, PCB, പിന്നെ LCD സ്ക്രീന്, ഇതിൻ്റെ ഉള്ളിൽ ലൈറ്റുകളിൽ കാണപ്പെടും. ചെറിയ കുട്ടികളിലെ തലച്ചോറിനെയും നാഡീവ്യൂഹത്തെയും ബാധിക്കുന്നു. മുതിർന്നവരിൽ അവയവ വൈകല്യങ്ങൾ, മാനസിക വൈകല്യങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ടാക്കും. ഇനി കാഡ്മിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിപ്പ് റെസിസ്റ്റർ, സെമി കണ്ടക്ടറിലൊക്കെ കാണപ്പെടുന്നു. ഇതും ക്യാൻസറിനും പിന്നെ കിഡ്നിയിലൊക്കെ കുമിഞ്ഞുകൂടി ദോഷം ഉണ്ടാവും. ഇനി ബ്രോമിനേറ്റഡ് ഫ്ലെയിം റിട്ടാർഡൻസ് അല്ലെങ്കിൽ BFR, ഇത് PCBയിലും ചില പ്ലാസ്റ്റിക്കുകളിലൊക്കെ കാണപ്പെടുന്നു. ഇത് ക്യാൻസറിന് സാധ്യതയുള്ള ഒരു വസ്തുവാണ്. അപ്പോൾ ഈ സംഭവങ്ങൾ നമ്മുടെ ലെഡ്, മെർക്കുറി, കാഡ്മിയം, BFR ഒക്കെ ഇതിലടങ്ങിയിട്ടുണ്ട്. അത് നമുക്ക് ദോഷമാണ്. അപ്പോൾ ഈ മാലിന്യം കൊണ്ട് നമുക്ക് എന്ത് സംഭവിക്കും എന്നുള്ള കാര്യങ്ങളാണ് നമ്മളിപ്പോൾ നോക്കിയത്. അപ്പോൾ അതിനെതിരെ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്, കേന്ദ്ര മാലിന്യ നിയന്ത്രണ ബോർഡ് അല്ലെങ്കിൽ CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് 2011 ഈ മാലിന്യ നിയന്ത്രണ നിയമങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ 1/5/2012 മുതലാണ് ഇങ്ങനൊരു നിയന്ത്രണം വന്നത്. അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ എങ്ങനെയൊക്കെ ഈ മാലിന്യത്തിനെ സംസ്കരിക്കണം, എങ്ങനെയൊക്കെ നമ്മളതിനെ കൈകാര്യം ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഓൾറെഡി ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങളാണ് ഇതിൽ കൊടുത്താക്കുന്നത്. അപ്പോൾ റീയൂസ് അഥവാ പുനരുപയോഗം, സെക്കൻഡ് ഹാൻഡ് ഉപയോഗം അഥവാ കേടുപാടുകൾ പരിഹരിച്ച് മെച്ചപ്പെടുത്തി ഉപയോഗിക്കുക എന്നുള്ളതാണ് നമ്മുടെ റീയൂസ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം നമുക്ക് ഇങ്ക് ജെറ്റ്, കാർട്രിഡ്ജ്, ലേസർ ടോണറുകൾ ഇതൊക്കെ നമുക്ക് പിന്നീട് ഉപയോഗിക്കാം. പിന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കോ മറ്റൊക്കെ കൊടുക്കാം. പിന്നെ കത്തിച്ച് കളയൽ എന്ന് പറഞ്ഞാൽ പ്രത്യേക രൂപകൽപ്പന ചെയ്ത ഇൻസിനേറ്ററിൽ 900 മുതൽ 1000 ഡിഗ്രി വരെ സെൽഷ്യസിൽ ആ ഒരു ഊഷ്മാവിൽ കൺട്രോൾഡാക്കി വെച്ചിട്ട് നമ്മൾ കത്തിച്ച് കളയും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാം. ഇനി റീസൈക്ലിംഗ് എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളിൽ നിന്ന് ഉപയോഗിക്കാൻ പറ്റുന്ന ഘടകങ്ങൾ ഉപയോഗിച്ച് പുതിയ ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിനെയാണ് നമ്മൾ പുനരുൽപാദനം എന്ന് പറയും. അപ്പോൾ മോണിറ്റർ, കീബോർഡ്, ലാപ്ടോപ്പ്, മോഡം, പ്രിൻ്റർ, CPU, മെമ്മറി ചിപ്പ്, ഇങ്ങനെ പിന്നെ വയറുകൾ, കേബിളുകൾ ഇതൊക്കെ നമുക്ക് പുതുക്കി ഉപയോഗിക്കാൻ പറ്റും. ഇനി ലാൻഡ് ഫില്ലിംഗ് അല്ലെങ്കിൽ മണ്ണിട്ട് മൂടൽ, ഇത് നമ്മൾ ഏറ്റവും കുറച്ച് ശുപാർശ ചെയ്യുന്ന ഒരു രീതിയാണ്. ഇപ്പം ഏകദേശം ഇത്രയൊക്കെ കാര്യങ്ങളെ നമുക്ക് ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട്, പിന്നെ നമ്മൾ മദർ ബോർഡൊക്കെ നോക്കി, ഏകദേശം ഹാർഡ്വെയറിൽ ഒരുവിധപ്പെട്ട കാര്യങ്ങളൊക്കെ നോക്കി. പിന്നെ നമ്മൾ മെമ്മറി ഡിവൈസുകളെ പറ്റിയുള്ള ക്ലാസ് ഓൾറെഡി 2 ക്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് കംപ്ലീറ്റ് ഈ ഒരു ഹാർഡ്വെയറിൻ്റെ പോർഷൻ കഴിഞ്ഞു. ഇതിൽ നോക്കാൻ വേണ്ടും ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് നോക്കാം. നമ്മുടെ ഹരിത കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത് പരിസ്ഥിതിക്ക് നാശം സംഭവിക്കാതെയുള്ള സാങ്കേതികവിദ്യയുടെ പഠനവും പ്രയോഗവുമാണ് നമ്മുടെ ഹരിത കമ്പ്യൂട്ടിംഗ് എന്ന് പറയുന്നത്. പിന്നെ എനർജി സ്റ്റാർ എന്ന് പറഞ്ഞിട്ട് ഇതിൽ ടാഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എത്രത്തോളം എനർജി എഫിഷ്യൻ്റായിട്ട് ഉപകരണങ്ങൾ ഉപയോഗിക്കും എന്നുള്ളൊരു ലേബലാണ് 1992 EPA ആണ് ഇങ്ങനെ ഒരു എനർജി സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലേബലിങ് കൊടുത്തിട്ടുള്ളത്. അതായത് കമ്പ്യൂട്ടർ ഉപയോഗിക്കാത്തപ്പോൾ ഓഫ് ചെയ്യുക, ലേസർ പ്രിൻ്റർ പോയിട്ടുള്ള പെരിഫറലുകൾ ആവശ്യമുള്ളപ്പോൾ മാത്രം പ്രവർത്തിക്കുക, ഊർജ്ജ സംരക്ഷണ സമ്പ്രദായം നടപ്പാക്കുക, ഡെസ്ക് ടോപ്പ് കമ്പ്യൂട്ടറിന് പകരം ലാപ്ടോപ്പൊക്കെ ഉപയോഗിക്കുക, പ്രിൻ്റർ ആവശ്യമാണെങ്കിൽ മാത്രം എടുക്കുക, CRT പകരം LCD, എനർജി സ്റ്റാർ അടയാളമുള്ള ഹാർഡ്വെയർ, സോഫ്റ്റ്വെയർ ഒക്കെ ഉപയോഗിക്കുക. കേന്ദ്ര സംസ്ഥാന പ്രാദേശിക നിയന്ത്രണ അനുസരിച്ചുള്ള ഈ വേസ്റ്റ് നിർമ്മാർജ്ജനം നമ്മൾ ഓൾറെഡി പറഞ്ഞു. പിന്നെ സൗരോർജ്ജം പോയിട്ടുള്ള ബദൽ ഊർജ്ജ ഉറവിടങ്ങളൊക്കെ ഉപയോഗിക്കുക. അങ്ങനത്തെ കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ ഏകദേശം ഇത്രേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഹാർഡ്വെയറൊക്കെ നന്നായിട്ട് നോക്കുക. സോഫ്റ്റ്വെയറിൻ്റെ ക്ലാസ് ഓൾറെഡി എടുത്തിട്ടുണ്ട്, അത് നന്നായിട്ട് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ ഈ ക്ലാസ്. അപ്പോൾ എല്ലാവരും അതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് പറയണേ. ലൈക്ക് ചെയ്ത് പോയാൽ പോരാ, എന്തൊക്കെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പറയണം. അപ്പോൾ താങ്ക് യു.